നമുക്ക് പെന്തക്കോസുകാർക്ക് ഏറ്റവും യോജിക്കാൻ പറ്റിയൊരു സഭാപിതാവ് ആരാണെന്ന് അറിയാമോ? ആരാ? തെർത്തുല്യനാ. ആഹാ. രണ്ടായിരം വർഷമായിട്ടുള്ള ക്രൈസ്തവ സഭാചരിത്രം, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ നീണ്ടു കിടക്കുന്ന ക്രൈസ്തവ ലോകചരിത്രം, അതിൽ പ്രമുഖരായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അവരെ സഭാപിതാക്കന്മാർ എന്നാണ് വിളിക്കുന്നത്. അവരാരാണ്? എന്തുകൊണ്ട് സഭാപിതാക്കന്മാർ എന്ന് വിളിക്കുന്നു? അവരുടെ ജീവിതത്തിൻ്റെ പ്രസക്തി എന്താണ്? അവരുടെ ജീവിതചരിത്രം നമ്മൾ ശ്രവിക്കേണ്ടതാണോ, ശ്രദ്ധ കൊടുക്കേണ്ടതാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളിലേക്കായിരിക്കും നമ്മൾ ഇന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാനോനെ പറ്റി പറഞ്ഞു വന്നപ്പോൾ പല ഭാഗത്തും നമ്മൾ ഇവരുടെ പേരുകൾ ഉദ്ധരിച്ചു. ഒറിജിൻ, തെർത്തുല്യനെ പറ്റി പറഞ്ഞില്ല, ഒറിജിൻ, അത്തനേഷ്യസ്, സിറിൽ എന്നിവരെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉള്ള പ്രമുഖർ, നമുക്ക് തുടക്കം നമുക്ക് അങ്ങനെ പറയാം, പ്രമുഖർ, ക്രൈസ്തവ ചരിത്രത്തിലുള്ള ചില പ്രമുഖരുണ്ട്. AD 325 വരെയുള്ള കാലഘട്ടത്തിൽ പ്രബലമായിരുന്ന പ്രമുഖരിൽ ചിലരെയാണ് നമ്മൾ 5 പേരെയാണ് നമ്മൾ ഇന്നൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം പലരെ പറ്റിയും പലർക്കും അറിവില്ല. ഇന്നത്തെ ഇപ്പോൾ വെസ്ലിയെ പറ്റി ആൾക്കാർക്ക് അറിയാം, ലൂത്തറിനെ പറ്റി അറിയാം. പല കാലഘട്ടത്തിൽ പല ക്രൈസ്തവ ലോകത്തിൽ വിപ്ലവങ്ങൾ അഴിച്ചുവിട്ട പലരെ പറ്റിയും ഇന്നത്തെ നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ പലർക്കും അറിയാം. അത് പല ഡിനോമിനേഷൻ സെൻട്രിക് ആയിട്ടുള്ളവരും അല്ലാതെ തന്നെ ക്രൈസ്തവ ലോകത്ത് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന പേരുകളുമുണ്ട്. പക്ഷേ ആദിമ നൂറ്റാണ്ടിലെ 300-325 വരെയുള്ള കാലഘട്ടത്തിലെ ക്രൈസ്തവ പ്രമുഖന്മാർ ആരാണ്, അവരുടെ പ്രസക്തി എന്താണെന്ന് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് ആ സഭാചരിത്രത്തെ പറ്റിയുള്ള ഒരു അറിവിനും ദൈവം സഭ എങ്ങനെ നയിച്ചു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാനും പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ പലപ്പോഴും ക്രൈസ്തവ പ്രമുഖന്മാരെ പറ്റി പറയുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്ന രംഗമാണ്, അവരുടെ ജീവിതത്തെ ഓർത്ത് ദൈവം അവരോട് പ്രവർത്തിച്ച വഴികളെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പോൾ നമ്മൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ വളരെ ആർക്കും കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാതെ വണ്ണം നമ്മൾ വേദശാസ്ത്രജ്ഞന്മാർ, പ്രമുഖന്മാർ എന്നൊക്കെ ഉദ്ധരിച്ച വാക്പ്രയോഗമുണ്ട്. പക്ഷേ ഇവരെ ക്രൈസ്തവ ലോകത്ത് ഒന്നടങ്കം പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികളും റോമൻ കത്തോലിക്കർ എല്ലാവരും ഒന്നടങ്കം ഇവരെയൊക്കെ സഭാപിതാക്കന്മാർ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ നമ്മുടെയൊക്കെ ആ ഒരു ചുറ്റാണ്, നമ്മുടെയൊക്കെ വിശ്വാസ ചുറ്റളവിൽ സഭാപിതാക്കന്മാർ എന്ന പ്രയോഗം അല്ലെങ്കിൽ ഇവരെ പറ്റിയുള്ള അറിവും വളരെ പരിമിതമാണ്. അപ്പോൾ പെട്ടെന്ന് സഭാപിതാക്കന്മാർ, ഇവരെ സഭാപിതാക്കന്മാർ എന്ന് വിളിക്കണമോ, ഉപദേഷ്ടകന്മാർ എന്ന് വിളിച്ചാൽ പോരെ? പിതാക്കന്മാർ കർത്താവ് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് പിതാക്കന്മാരെന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസികൾക്ക് അതൊരു ബന്ധമില്ല, അല്ലെങ്കിൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ പെന്തക്കോസ് വിശ്വാസികൾക്ക് ഒരു ബന്ധമില്ല എന്നൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അതിനൊന്നും നമുക്കൊന്ന് ക്ലാരിറ്റി കൊടുത്തിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇവരെ സഭാപിതാക്കന്മാർ എന്ന് വിളിക്കാൻ പാടുണ്ടോ? അതെ, നമ്മളിപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പെന്തക്കോസ് സമൂഹത്തിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ആ കോണ്ടെക്സ്റ്റ് വരുന്നുണ്ട്, ഉദ്ദേശിക്കുന്നത് ഉദ്ദേശമല്ല പൊതുവിൽ. അപ്പോൾ നമ്മൾ അപ്പച്ചന്മാരെന്ന് പറയാറുണ്ട്. നമ്മുടെ സഭയുടെ ആദിമ കാലഘട്ടത്തിലുള്ള ദൈവത്തിൻ്റെ കരത്തിൽ ഉപയോഗപ്പെട്ടുള്ള ദൈവദാസന്മാർ അപ്പച്ചന്മാരെന്ന് പറയാറുണ്ട്, പിതാക്കന്മാരെന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ പരാമർശിക്കാറുണ്ട്. അപ്പോൾ ആ പ്രയോഗം നമുക്കത്ര അന്യമല്ല, ആ ഒരു പ്രയോഗം നമുക്കത്ര അന്യമല്ല. പക്ഷേ ഈ ആദിമ കാലഘട്ടത്തിലുള്ളവരെ കുറിച്ച് പറയുമ്പോഴാണ് നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പം അവിടെ കർത്താവ് പറഞ്ഞിട്ടുള്ള ഈ വേദഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്ര നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഹൂദന്മാരുടെ ആ ഒരു പശ്ചാത്തലത്തിലും കർത്താവോട് ഉദ്ദേശിച്ച ദൈവജ്ഞാനീയപരമായ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ദൈവത്തിന് നൽകുന്ന സ്ഥാനം നൽകിക്കൊണ്ട് നിങ്ങൾ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. ഭൂമിയിൽ നിങ്ങൾ ജനിപ്പിച്ച വ്യക്തിയെ ഡാഡിയെന്നോ ഫാദറിനോ അപ്പം എന്നൊന്നും വിളിക്കുന്നതിനെ അല്ല എതിർത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളതങ്ങനെ ഒരു അബ്സല്യൂട്ടായിട്ടുള്ളൊരു ബാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ, അബ്സല്യൂട്ടായിട്ട് കർത്താവ് അതിനെ നിരോധിച്ചിരിക്കുന്നു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെയും ഡാഡിയെന്ന് വിളിക്കാൻ പറ്റില്ല, പപ്പാന്ന് വിളിക്കാൻ പറ്റില്ല, അങ്ങനെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. അപ്പം അങ്ങനെയല്ല, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആശയത്തിൽ വേണം നമ്മൾ എടുക്കാൻ. യഹൂദന്മാർ സാധാരണഗതിയിൽ പറയാറുണ്ട്, മത്തായി സുവിശേഷത്തിൽ തന്നെയുണ്ട്, 3:9 പറയുന്നത് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. അപ്പം ആ പാരമ്പര്യത്തിലുള്ള ഒരു അഭിമാനം അവർക്കുണ്ട്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് പറയുന്നത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രയോഗത്തിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. ആരെയും നിങ്ങൾ പിതാവ് എന്ന് വിളിക്കരുത്. അപ്പം അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്, 3:9 മത്തായി. അതുപോലെ യോഹന്നാൻ 8:39 പറയുന്നുണ്ട്, അവനോട് അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ചിന്താഗതി ആത്യന്തികമായിട്ട് ദൈവത്തിന് നൽകുന്ന ഒരു സ്ഥാനം ഒരു വ്യക്തിക്ക് നൽകി, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാണ് എന്ന രീതിയിലേക്ക് പോകുന്ന ആ ഒരു ചിന്തയാണ് കർത്താവ് നിശ്ചയമായിട്ടും അവിടെ എതിർത്തത്. മറിച്ച് ദൈവമാണ് പിതാവ്, ദൈവം നമ്മുടെ എല്ലാം പിതാവാകുന്നു എന്ന് പറയുന്ന ആ ഒരു വസ്തുത, അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വ്യക്തമായി വെളിപ്പെട്ടൊരു കാര്യവും കൂടിയാണ്.
ദൈവമാണ് നമ്മുടെ പിതാവെന്ന് പറയുന്ന ഒരു വസ്തുത. അപ്പോൾ ആ ഒരു ഉപദേശപരമായൊരു വസ്തുതയെ ഊന്നി പറയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞത്. ആ ഒരു അർത്ഥത്തിൽ ദൈവത്തിന് നൽകുന്ന ഒരു സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുന്ന രീതി ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ പറയരുത്. കാരണം അത്തരത്തിലുള്ള പ്രയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നു. അതാണ് ഉദാഹരണമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ പിതാക്കന്മാർ എന്ന് പറയുന്ന ആ ഒരു ചിന്ത പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും വ്യക്തമായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1:4-15 അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ പിതാക്കന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആരാണ് സഭയെ ആദ്യകാലങ്ങളിൽ നടത്തിയത്? ആരാണ് സഭയെ ആ ഒരു പ്രദേശത്തോ അല്ല മറ്റിടങ്ങളിലോ സഭയെ സ്ഥാപിക്കാനിടയായി തീർന്നത്? ആ സുവിശേഷ ഘോഷണത്തിൽ ആരാണ് ദൈവത്തിൽ ആദ്യകാലങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെട്ടത്? അവരെ പിതാക്കന്മാർ എന്ന് പറയുന്ന ഒരു പ്രയോഗം പുതിയ നിയമസഭയിലുണ്ടായിരുന്നു. പഴയ നിയമത്തിൽ ഉള്ള ഒരു കാര്യത്തിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ 2 പത്രോസ് 3:4 ഒരു പ്രയോഗം കാണുന്നുണ്ട്. മറ്റു വ്യക്തികൾ പറയുന്നതായിട്ടാണ് അവിടെ പത്രോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിതാക്കന്മാർ നിദ്ര കൊണ്ടൊക്കെ ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ ഒരു പ്രയോഗമാണ്. എന്ന് പറയുന്ന പോലെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പിതാക്കന്മാർ എന്ന് പറയുന്ന പ്രയോഗം അത് ഈ നിലയിൽ സ്വീകാര്യമാണ് എന്നൊരു കാര്യം വ്യക്തമായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസിൻ്റെ ആ പ്രസ്താവനയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആദ്യകാലങ്ങളിൽ സഭയെ നയിച്ചവരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ട വ്യക്തികളെ, ദൈവഭക്തന്മാരെ, അവരെ ആ ഒരു അർത്ഥത്തിൽ ആദിമകാലത്ത് സഭയെ നയിക്കാൻ ദൈവം ഉപയോഗിച്ചവർ എന്നൊരർത്ഥത്തിൽ പിതാക്കന്മാരെന്ന് വിളിക്കുന്നതിനെ അല്ല കർത്താവ് അവിടെ വിരോധിച്ചിരിക്കുന്നത്, കർത്താവ് അവിടെ എതിർത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് തിരുവെഴുത്തുകളെ പഠിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഏത് ഉപദേശവും ഏതൊരു ചിന്തയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തിരുവെഴുത്താണ് നമ്മുടെ ആത്യന്തിക ഉറവിടം, മുഴുവൻ തിരുവെഴുത്തുമാണ് നമ്മുടെ ആത്യന്തിക ഉറവിടം. അപ്പോൾ നിങ്ങളൊരു ഡെഫിനിറ്റീവായിട്ടുള്ളൊരു സ്റ്റാൻഡിലേക്ക് പോകുമ്പോൾ തിരുവെഴുത്തുകളുടെ സമ്പൂർണ്ണതയാണ് നിങ്ങൾ എടുക്കേണ്ടത്. മുഴുവൻ തിരുവെഴുത്തുകളും എടുത്ത് പഠിച്ചാണ് നിങ്ങളൊരു നിലപാട് രൂപീകരിക്കേണ്ടത്, ഒറ്റപ്പെട്ട വാക്യങ്ങൾ മാത്രമല്ല. അപ്പം അങ്ങനെയാണ് കർത്താവ് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ആ നിലയിൽ മനസ്സിലാകും. ഏത് നിലയിലാണ് നമുക്ക് ഈ ആദിമകാലത്ത് ദൈവത്തിൽ പ്രയോജനപ്പെട്ടവരെ പിതാക്കന്മാരെന്ന് വിളിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം അതിനെ ആ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ പ്രസക്തിയാണ് പിന്നെ അടുത്തായിട്ട് എടുത്തു വരുന്നത്. എന്തുകൊണ്ട് ഇവർ ചരിത്രത്തിൽ പ്രസക്തി ആർജിച്ചു എന്നുള്ളത്. അതിൻ്റെ തുടക്ക പോയിന്റ് എന്നെ ശ്രദ്ധയെ ആകർഷിച്ചത്, ഈ സഭാപിതാക്കന്മാരെ നമ്മൾ വിശേഷിപ്പിക്കുന്നവർ അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർ, ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ എന്ന ഗണത്തിൽ ട്രേസ് ചെയ്യപ്പെടുന്നവരാണ് ഇവർ. അതായത് യേശുവിൻ്റെ ചരിത്രപരതയ്ക്ക് ഒരു എവിഡൻസ് ആയിട്ട് ഇവരുടെ ആ പട്ടികയിൽ ഇവരുടെ ആ നിര മാറുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഒന്ന് പറയുകയാണെങ്കിൽ മാവേലിയെ പറ്റി പറയുകയാണെങ്കിൽ, മാവേലി നാട് പണിയിടും കാലം, മാലോകരെല്ലാം ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളുമില്ല പുളിവചനം, വളരെ യുട്ടോപ്യൻ ലോകം അന്നുണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ മാവേലി ശരിക്കും ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലമുറ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം, ഇപ്പം ആ കഥ അതേപോലെ എടുക്കുകയാണെങ്കിൽ വാമനൻ ചവിട്ടി താഴ്ത്തിയതിനു ശേഷം മാവേലിയുടെ രാജ്യത്ത് നിന്ന് സംഭവിച്ചു, അതിൽ അധികാരം ഏറ്റെടുത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ ചില ഒരു കണ്ടിന്യൂറ്റിയുടെ ഒരു ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട്. ചരിത്രത്തിലുണ്ടായിരുന്നവരാണെങ്കിൽ പിന്നീട് ഇവരുടെ തലമുറകളുടെയും അല്ലെങ്കിൽ ഇവരുടെ അധികാരം കൈമാറ്റപ്പെട്ടവരുടെയും അവശേഷിപ്പ് എവിടെ പോയി എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പം ഈ സഭാപിതാക്കന്മാരുടെ പട്ടികയും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരും എന്നുള്ള ലിസ്റ്റ് കാണുമ്പോൾ അത് യേശുവിൻ്റെ ചരിത്രപരതയ്ക്ക് മറ്റൊരു രീതിയിലൊരു ഇൻഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് അത് മാറുന്നു. അപ്പോൾ യേശുവിൻ്റെ ചരിത്രപര തെളിവുകളെ പറ്റി പറയുമ്പോൾ, ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു കുക്കിംഗ് ഐഡിയ പറഞ്ഞൊരു ഷെഫ് പറഞ്ഞ പോലെ, നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാമെന്ന് പറഞ്ഞ പോലെ, നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ പറയാം, നസ്രയനായ യേശു സംശയത്തിൻ്റെ നിഴലിലെന്ന ഈ പുസ്തകം നമ്മൾ മുമ്പ് നമ്മുടെ ഈ വീഡിയോയ്ക്ക് അത് പരാമർശിച്ചിട്ടുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരതയെ പറ്റിയുള്ള വളരെ സമഗ്രവും ആഴത്തിലുമുള്ള ഒരു വിശകലനം, വളരെ സ്കെപ്റ്റിക്കൽ സ്റ്റാൻഡ് പോയിൻ്റ്, ഒരു നിരീശ്വരവാദം നോക്കുന്ന സ്റ്റാൻഡ് പോയിൻ്റ് എന്നുള്ളൊരു വിശകലനമാണ് ഈ പുസ്തകം. ഇതിൻ്റെ ലിങ്ക് താഴെ ലഭ്യമാണ്. നിങ്ങളേവരും ഇത് വായിച്ച് ഇത് നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമാക്കണം എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഡെനിസ് സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് വായിക്കും, നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് പിതാക്കന്മാർ അവരുടെ പ്രസക്തിയെ പറ്റി പറഞ്ഞു. പിന്നീട് വരുന്ന ഇവരുടെ പ്രസക്തി എന്താണ്? എൻ്റെ മനസ്സിൽ ഒരു പോയിൻ്റ് ബാക്കി ഡെനിസ് ഞാൻ ആഡ് ചെയ്യാനാണ്. ഒന്ന്, ഈ ഇവർ നൽകുന്ന സാക്ഷ്യം, പുതിയ നിയമ പുസ്തകങ്ങളെ പറ്റിയും ഉപദേശങ്ങളെ പറ്റി ഇവർ നൽകുന്നൊരു സാക്ഷ്യം. കാരണം ഇത് നേരിട്ട് പഠിച്ചവർ, യോഹന്നാൻ്റെ ശിഷ്യന്മാർ, മർക്കോസിൻ്റെ അല്ലെങ്കിൽ പത്രോസിൻ്റെ ശിഷ്യന്മാർ, പൗലോസ് ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഈ ഉപദേശങ്ങൾ ലേഖനങ്ങൾ വഴി വരുമ്പോഴും സുവിശേഷങ്ങൾ വഴി വരുമ്പോഴും ഇത് നേരിട്ട് പഠിച്ചവരുടെ ഒരു സാക്ഷ്യം വളരെ പ്രസക്തമാണ്. കാരണം അവരിൽ നിന്നാണ് പിന്നീട് വിശ്വാസ പ്രമാണങ്ങൾ, വിശ്വാസ പ്രതിരോധമൊക്കെ ഉളവാകുന്നത്. പിന്നെ വരുന്ന മറ്റ് പ്രസക്തി എന്താണ് ഇവർ ചരിത്രത്തിൽ സഭയ്ക്ക് നൽകിയിട്ടുള്ളത്? പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രസക്തി എന്ന് പറയുന്നത്, ഈ ഉപദേശ വിഷയങ്ങളിൽ
ക്രിസ്തീയ ഉപദേശത്തെ ആധികാരികമായി പ്രതിരോധിക്കുന്നതിൽ ദൈവകരത്തിൽ ഏറ്റവും ശക്തമായി പ്രയോജനപ്പെട്ട വ്യക്തികളാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാലാകാലങ്ങളിൽ സഭയ്ക്കെതിരെ, സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങൾക്കെതിരെ പല നിലകളിലുള്ള വെല്ലുവിളികൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാലകാലങ്ങളിൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. പഴയ നിയമകാലത്ത് എങ്ങനെയാണ് ദൈവജനത്തിൻ്റെ ആ ദേശത്തെ അതിക്രമിച്ച് അതിനെ കീഴടക്കാൻ പുറപ്പെട്ട വ്യക്തികൾക്കെതിരെ ഓരോ സമയങ്ങളിലും ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് പറയുന്നത് പോലെ പുതിയ നിയമസഭയിൽ കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വെല്ലുവിളി നേരിടാൻ വേണ്ടിയിട്ട് ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തികളാണ് ഇവർ ഓരോരുത്തരും. അപ്പോൾ ആ നിലയിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസക്തി ഇവർക്കുണ്ട്. കാരണം ഈ ഉപദേശ തിരുവഴുത്തെ നമ്മൾ കാണുന്ന ആ ദൈവിക സത്യങ്ങൾ, ആ ദൈവിക സത്യങ്ങളുടെ ഒരു സമഗ്രമായൊരു ക്രോഡീകരണവും അതിൻ്റെ തിരുവഴുത്തുകളോട് ചേർന്ന് നിൽക്കുന്ന കൃത്യമായ വ്യാഖ്യാനവും, അതാണ് ഉപദേശം എന്ന് നമ്മൾ പറയുന്നത്. ആ ഉപദേശ രൂപീകരണത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായിട്ട് ദൈവകാര്യത്തിൽ പ്രയോജനപ്പെട്ട വ്യക്തികളാണ് ഈ ആദിമകാലത്തെ ദൈവകാര്യത്തിൽ പ്രയോജനപ്പെട്ട ഈ സഭാപിതാക്കന്മാരെന്ന് പറയുന്നത്. അത് ആദ്യകാലത്തിലുള്ള അപ്പോസ്തലന്മാർക്ക് തൊട്ടു പിന്നാലെ വന്നവരെ അപ്പോസ്തലിക പിതാക്കന്മാർ എന്നാണ് പറയുന്നത്. അതിനുശേഷം വന്നവരെയാണ് പൊതുവെ സഭാപിതാക്കന്മാരെന്ന് പറയാറുള്ളത്. അപ്പം അവർ ഈ പറയുന്ന രീതിയിൽ സഭയ്ക്കെതിരെ വന്ന വെല്ലുവിളികളെ വളരെ കൃത്യമായിട്ട് നേരിട്ടവരാണ്. അത് അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ ചെയ്തു വന്ന തന്നെയാണ് ഇവരും ചെയ്തു വരും നമ്മൾ കാണുന്നത്. അതെ, ഇപ്പോൾ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് ആ ഒരു വിശ്വാസത്തെ കാക്കുന്നതിനെ പറ്റി തിമോത്തിയോസിന് പറഞ്ഞൊരു പരാമർശമുണ്ട്. അത് നമ്മൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പൗലോസൊക്കെ ദുരുപദേശങ്ങൾക്കെതിരെ ഇടുന്നു. യോഹന്നാൻ 1-ാം ലേഖനത്തിലാണ് എൻ്റെ ഓർമ്മശരിയാണെങ്കിൽ കള്ളപ്രവാചകന്മാർ വരുമ്പോൾ അവർ ക്രിസ്തു ദൈവത്തിൽ നിന്ന് വന്നത് അല്ലയോ എന്ന് സ്വീകരിക്കുന്നുണ്ടോ എന്ന ഉപദേശം കൈക്കൊള്ളുന്നുവോ എന്ന ചോദ്യം ചോദിച്ച് അതിലൂടെ മറ്റുള്ള ദുരുപദേശങ്ങളെ വിച്ഛേദിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലന്മാർ തന്നെ ഈ വിശ്വാസം കാക്കുന്നത്, ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുന്നത്, വിശ്വാസ പ്രതിരോധം നടത്തുന്നത് നമ്മൾ കാണുന്നു. അത് തന്നെയാണ് ഇവരുടെ ശിഷ്യന്മാരും പിൻഗാമികളും ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നതും. അതെ. അപ്പം ഇവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയുടെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷ കാലയളവിൻ്റെയും അന്തിമ നിമിഷങ്ങൾ, തൻ്റെ ജീവിതത്തിൻ്റെ അന്തിമ നിമിഷങ്ങളിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ താൻ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനമാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം. അതിൻ്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതല്ല മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ വരമേൽപ്പിക്കുക. ഇവിടെ നമ്മൾ 4 തലമുറകൾ കാണുകയാണ്. ഞാൻ എന്ന് പറഞ്ഞ പൗലോസ് ഇന്ന് കേട്ടത് ആരാണ്? തിമോത്തിയോസ് വിശ്വസ്തരായ മനുഷ്യരെ ഭരമേൽപ്പിക്കണം. അത് 3-ാമത്തെ തലമുറ. 4-ാമത്തെ തലമുറ ഏതാണ്? ഈ തിമോത്തിയോസ് മറ്റുള്ളവരെ ഉപദേശിക്കണം. മറ്റുള്ളവരെ ഉപദേശിക്കാൻ സമർത്ഥരായിട്ടുള്ള വിശ്വസ്ത മനുഷ്യരെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ്, തിമോത്തിയോസിൽ നിന്ന് ആ ഉപദേശം കേൾക്കുന്ന ആളുകൾ, അവർ മറ്റുള്ളവരെ ഉപദേശം പഠിപ്പിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 തലമുറകളെയാണ് ഇവരൊറ്റ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ദൈവിക സത്യങ്ങൾ തലമുറകളിലേക്ക് കൈമാറുന്നതിന് ദൈവകാര്യത്തിൽ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, ആദ്യകാലങ്ങളിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ വിശ്വാസ പ്രതിരോധത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അവിടെയാണ് ഈ പ്രത്യേകിച്ച് അപ്പോസ്തലിക പിതാക്കന്മാരുടെ കാലഘട്ടവും അതിനുശേഷമുള്ള കാലഘട്ടവും നമ്മൾ മനസ്സിലാക്കുമ്പോൾ സഭയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചൊരു കാര്യമാണ് ഈ വിശ്വാസ പ്രതിരോധം എന്ന് പറയുന്നത്, വിശ്വാസ സമർത്ഥനം എന്ന് പറയുന്നത്, അപ്പോളജറ്റിക്സ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം. ഉപദേശപരമായിട്ടും അതല്ലാതെയുമുള്ള അപ്പോളജറ്റിക്സ്. ഇപ്പോൾ ട്രൈഫേ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മൾ പിന്നീട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടികൾ, ഉപദേശപരമുള്ള സമർത്ഥനങ്ങൾ, ഇത് സഭയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചു എന്നുള്ളത് നമ്മൾ യൂറോപ്പിലുള്ള സഭയുടെ വ്യാപനവും അതിൻ്റെ പിന്നീടുള്ള വളർച്ചയും നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ദൈവം ഈ വ്യക്തികളെ ഈ ഉപദേശത്തിന് വേണ്ടി, അപ്പോളജറ്റിക്സിന് വേണ്ടിയിട്ട്, വിശ്വാസ സമർത്ഥനത്തിനും വിശ്വാസ പ്രതിരോധത്തിനും വേണ്ടി പ്രയോജനപ്പെടുത്തി ആ ദൈവകാര്യത്തിൽ പ്രയോജനപ്പെടാൻ സമർപ്പിതരായ വ്യക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് യൂറോപ്പിലുള്ള റോമൻ സാമ്രാജ്യത്തിലുള്ള സഭയുടെ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. മറിച്ച് നമ്മളതിനെ ഒരു ഇന്ത്യൻ പശ്ചാത്തലമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആദ്യ കാലഘട്ടത്തിൽ തന്നെ വിശ്വാസം ഇന്ത്യയിൽ എത്തിയെന്ന് പറയുന്നു. 2000 വർഷമായിട്ട് ഇന്ത്യയിൽ ഒരു ക്രൈസ്തവ പാരമ്പര്യമുണ്ട് എന്ന് പലരും അഭിമാനത്തോടെ പറയുമ്പോൾ വളരെ വേദനാജനകമായിട്ട് നമ്മൾ ഓർക്കേണ്ട സംഭവം, ഈ 2000 വർഷമായിട്ട് ഇന്ത്യയിൽ ഒരു ക്രൈസ്തവ പാരമ്പര്യം നിലനിൽക്കുന്നുവെങ്കിൽ ഇന്ത്യയിലെ സഭാപിതാക്കന്മാർ
നമ്മൾ യൂറോപ്പിലും പശ്ചിമേഷ്യയിലും മിഡിൽ ഈസ്റ്റിലൊക്കെ കാണുന്ന നമ്മൾ ഇനി ഉദ്ധരിക്കാൻ പോകുന്ന പലരെ പോലെ ദുരുപദേശങ്ങൾക്കെതിരെ വിശ്വാസം സമർത്ഥിക്കാൻ വേണ്ടി പലരും എണീറ്റപ്പോൾ ആ ഒരു തുടർച്ച അല്ലെങ്കിൽ ആ ഒരു ലെഗസി നമ്മൾ ഇന്ത്യയിൽ കാണുന്നേ ഇല്ല. നമ്മൾ ഇന്ത്യയിലുള്ള ക്രൈസ്തവ സഭയെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ ശരിക്കും നമുക്ക് വേദന ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. എവിടെ പോയി ആ ആർജിച്ച ആ ഒരു തീയും കരുത്തുമൊക്കെ ഇന്ത്യയിൽ എവിടെ നഷ്ടപ്പെടുന്നു നോക്കുമ്പം ഇന്ത്യയിൽ ഭാരതത്തിൽ സഭാപിതാക്കന്മാരില്ലായിരുന്നു. ഉപദേശപരമായിട്ടുള്ള കാര്യത്തിൽ വിശ്വാസം സമർത്ഥിക്കുവാൻ സ്ഥാപിക്കുവാൻ മുന്നോട്ട് ധീരതയോടെ ഇറങ്ങിയ വചനത്തെ സമർത്ഥിക്കുവാൻ വചനത്തെ പഠിപ്പിക്കാൻ ഉപദേശിക്കാൻ തീമോഥെയോസിന് കൈമാറിയ ആ കർത്തവ്യം നിവർത്തിക്കാൻ വേണ്ടി ആരെ നമ്മൾ ഭാരത ക്രൈസ്തവ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. അതിൻ്റെ ആ ഒരു പോരായ്മ നമ്മൾ കൂടുതൽ പിക്ചറിൽ നമുക്ക് കാണുന്നത് ഞാൻ അടുത്തിടയ്ക്ക് വായന തുടങ്ങിയ ഒരു പുസ്തകമാണ് കേരളത്തിലെ സാമൂഹിക പരിവർത്തനം. ഡോക്ടർ സാമുവൽ നെല്ലിമുകളിൻ്റെ പുസ്തകമാണിത്. ഇത് നമ്മുടെ സാക്ഷിയിലെ അനിൽകുമാർ അയ്യപ്പൻ സാർ ഒരു പ്രസംഗവേദിയിൽ ഈ പുസ്തകത്തെ എൻഡോസ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങിയത്. എന്നിട്ട് അദ്ദേഹം കേരളത്തിൽ തന്നെ ഇപ്പോൾ കാരണം അപ്പോസ്തലനായ തോമസ് കേരളത്തിൽ വന്നു എന്നാണല്ലോ ഈ ഭാരതത്തിലെ സഭ മുറുകെ പിടിക്കുന്ന ഒരു നിലപാട്. അപ്പം കേരളത്തിലെ തന്നെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അദ്ദേഹം പറയുകയാണ്, ആ ചരിത്രത്തിൻ്റെ വിശകലനത്തിൽ അദ്ദേഹം പറയുകയാണ്, കേരളത്തിലെ സുറിയാനി സഭയിൽ കണ്ടുവന്ന സംഭവം അന്നത്തെ കേരളത്തിലെ ക്രൈസ്തവർ 3 ജോലികളാണ് അവരുടേതായിട്ട് കൈവശപ്പെടുത്തിയിരുന്നത്. അന്നത്തെ ഒരു നിശ്ചല സമൂഹമായിരുന്നു, സ്റ്റാറ്റിക് സൊസൈറ്റി ആയിരുന്നല്ലോ. അപ്പോൾ ചില തൊഴിലുകൾ ചിലർക്ക് ചില ജാതികൾക്ക് മാത്രം കൊടുത്തിരുന്നൊരു സമ്പ്രദായം. ആ 3 തൊഴിലുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വൈദ്യം, ഡോക്ടറുടെ ജോലി, മറ്റൊന്ന് പൗരോഹിത്യം, മൂന്നാമത്തേത് മന്ത്രവാദം ആയിരുന്നു കേരളത്തിലെ സുറിയാനി സഭകളിൽ നിലനിന്നിരുന്നെന്ന് അദ്ദേഹം ആ ചരിത്രകാരനെ അദ്ദേഹം സമർത്ഥിക്കുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞത് ഫിലിപ്പോസ് കടമറ്റത്തെ കത്തനാരൊക്കെ ഇതിനൊരു ഉദാഹരണമാണല്ലോ എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ അതൊരു തൊഴിലായിട്ട് നിലനിന്ന് ഓർക്കുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിലെ പാശ്ചാത്യ ലോകത്തെ സഭാപിതാക്കന്മാരും എല്ലാം അപലപിക്കുന്ന ഒരു സംഭവം തന്നെയാണത്. അത് മാത്രമല്ല, ഈ അന്ന് കാലഘട്ടത്തിൽ ഈ സഭ വളരുമ്പോൾ അല്ലെങ്കിൽ പുതിയ പട്ടം ലഭിക്കുന്ന മെത്രാനിൽ നിന്നൊക്കെ പട്ടം ലഭിക്കുന്ന വൈദികനെ മുന്നോട്ട് വരുന്ന രംഗത്തിട്ട് അദ്ദേഹം പറഞ്ഞത് ഒരു കത്തനാർ മരിക്കാൻ പോകുന്ന സമയത്ത് തൻ്റെ അനന്തരവനാണ് കൈമാറിക്കൊണ്ടിരുന്നത്. അനന്തരവനെ കൊണ്ടുവന്ന് തൻ്റെ ശിക്ഷണത്തിൽ നിർത്തുന്നു. സുറിയാനി ഭാഷയും സഭാക്രമവും മറ്റ് വൈദിക കർത്തവ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് പഠിപ്പിക്കുന്നത്, സുറിയാനി ഭാഷ, കുർബാനക്രമം, വൈദിക മറ്റ് കർത്തവ്യങ്ങൾ പഠിപ്പിച്ച് മെത്രാൻ്റെ ചെന്ന് പട്ടം വാങ്ങിക്കുന്നു. അപ്പോൾ ബൈബിൾ എന്തിയെ, വചനം, ഉപദേശങ്ങൾ, ഇതൊക്കെ എന്തിയെ, ഇതൊന്നും കാണാതെ പോകുന്നു. ഇതൊന്നും കാണാതെ പോകുന്നതിൻ്റെയും അല്ലെങ്കിൽ ഇത് രംഗപ്രവേശനം ചെയ്തത് 1806 ബുക്കാനൻ കേരളത്തിൽ വന്നതിന് ശേഷം താൻ സുറിയാനി ക്രൈസ്തവ സമൂഹത്തിൻ്റെ മെത്രാപ്പൊളിത്തയായ മാർ ദിവാനിയോസ് മെത്രാപ്പൊളിത്തെ ചെന്ന് അദ്ദേഹം കണ്ടിട്ട് നമുക്ക് ബൈബിൾ മലയാളത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയൊരു ആഹ്വാനം വെക്കുന്നു. അതിൻ്റെ മെത്രാപ്പൊളിത്ത പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, 1806 കേരളത്തിൽ അപ്പോസ്തലനായ തോമസ് വന്ന കേരളത്തിൽ വചനം എത്തിക്കുന്നതിനെ പറ്റി ഒരു ചിന്ത വരുന്നത്? അതും പാശ്ചാത്യ ലോകത്തുനിന്ന് വന്ന ബുക്കാനൻ സാഹിബ് വഴിയാണോ കേരളത്തിലെ സമൂഹം അതിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. പിന്നീടാണ് 1815 കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും റെസിഡൻ്റ് ആയിരുന്ന കേണൽ ജോൺ മൺറോ അദ്ദേഹം കോട്ടയത്ത് സുറിയാനി ക്രൈസ്തവ വൈദികന്മാരെ വചനം പഠിപ്പിക്കാൻ വേണ്ടി ഒരു സെമിനാരി സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് പഠിത്ത വീട് എന്നായിരുന്നു അന്നത്തെ ആൾക്കാർ വിളിച്ചത്. ആ പഠിത്ത വീടാണ് പിന്നീട് വിപുലീകരിച്ച് ഇന്ന് അഭിമാനത്തോടെ പറയുന്ന കോട്ടയം പഴയ സെമിനാരിയും CMS കോളേജുമായിട്ട് മാറുന്ന രംഗം നമ്മൾ കാണുന്നത്. ഈ പഴയ സെമിനാരിൽ ഗ്രേസൽസിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്ക് പോയിട്ട് അവിടുത്തെ ഷെമാഷന്മാർക്ക് ഒരു അപ്പോളജറ്റിക്സ് ക്ലാസ് എടുക്കാനൊക്കെ ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ കേരള ചരിത്രം നോക്കുമ്പോൾ തന്നെ ഇന്ത്യയിലുള്ള സഭാപിതാക്കന്മാരുടെ അഭാവം കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ വ്യക്തമാണ്. അവിടെ വ്യക്തമായിട്ട് കാണുന്നത് വചനമില്ലായിരുന്നു. ഈ ബുക്കാനൻ എനിക്ക് തോന്നുന്നു ചെങ്ങന്നൂരിലായിരുന്നു അദ്ദേഹം ചെന്ന് മെത്രാപ്പൊളിത്തയും മറ്റും കണ്ട സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്, ഞങ്ങൾ സുറിയാനി ക്രൈസ്തവരുടെ അവസ്ഥ വളരെ ശോചനീയമാണെന്ന് പറയുമ്പോൾ ബുക്കാനൻ പറയുന്നത്, നിങ്ങളിവരെ വചനം പഠിപ്പിക്കൂ, നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസമുണ്ടാകും എന്നാണ് ബുക്കാനൻ 2000 വർഷമായിട്ട് പാരമ്പര്യം പറയുന്ന കേരളത്തിലെ ക്രൈസ്തവരെ നോക്കി പറയുന്നത്. ആ വചന അഭാവം തന്നെയാണ് ഭാരത സുവിശേഷീകരണത്തിന് ഒരു തടസ്സമായി നിന്നതിന് നമുക്ക് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ സാധിക്കും. മുമ്പ് പറഞ്ഞാൽ യൂറോപ്പിൽ ഇത്രയും ശക്തമായിട്ട് രാജാക്കന്മാരെ സമൂഹത്തെ മാറ്റിമറിച്ച രീതിയിൽ സുവിശേഷം ഒരു തീയായിട്ട് കത്തിപ്പടരുമ്പോൾ ഭാരതത്തിൽ അതിൻ്റെ ഒന്നും നമ്മൾ കാണുന്നില്ല. അതെ, കാരണം ഈ അപ്പോസ്തല പിതാക്കന്മാരടക്കമുള്ളവർ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമൂഹത്തെ ബൗദ്ധികമായി സ്വാധീനിക്കുന്ന നിലയിൽ ക്രിസ്തീയ ഉപദേശങ്ങളെ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവർ രാജാക്കന്മാർക്ക് കത്തുകൾ എഴുതി നിലവിലുണ്ടായിരുന്ന വിശ്വാസ സംഹിതകളുമായിട്ട് സംവാദത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെയുള്ള ആ ബൗദ്ധികമായ തലത്തിൽ ദൈവകരത്തിൽ പ്രയോജനപ്പെട്ടു. ആ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി ബൗദ്ധിക തലത്തിൽ സമൂഹത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ
ക്രിസ്തീയ ഉപദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് യൂറോപ്പിലെ സഭയുടെ വളർച്ചയുടെ കാരണം എന്ന് പറയുന്നത്. കാരണം ഏതൊരു സമൂഹത്തെയും ഈ ഇൻ്റലക്ച്വൽ തലത്തിൽ, ആശയങ്ങളുടെ തലത്തിൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയാത്തിടത്തോളം ആ സമൂഹത്തിൽ നമുക്ക് വ്യാപിക്കാനായിട്ട് സാധിക്കില്ല, അതിനെ നേടാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവിടെയാണ് ഭാരതസഭ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ ആദിമ നൂറ്റാണ്ട് മുതൽ ഇവിടെ ഉണ്ടെങ്കിലും ഭാരതസഭ പരാജയപ്പെട്ടത് കാരണം ഈ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന ആശയങ്ങളെ ഈ നിലയിൽ പരുവപ്പെടുത്തുവാൻ ആദിമ നൂറ്റാണ്ടുകളിൽ നമുക്ക് സാധിച്ചില്ല. ബൗദ്ധികമായിട്ട് അതിനെ വേണ്ട നിലയിൽ എൻഗേജ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ അതിൻ്റെ തെളിവുകൾ നമ്മൾ ചരിത്രത്തിൽ കാണുമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഭാരതത്തെ ഒന്നടങ്കം ക്രിസ്തുവിലേക്ക് നേടുവാനായിട്ട് ആദിമ കാലഘട്ടങ്ങളിൽ തന്നെ നിശ്ചയമായിട്ട് സാധിക്കുമായിരുന്നു. അപ്പം അതാണ് ഭാരതസഭയുടെ പരാജയം. ഇന്നും ഭാരതസഭയുടെ പരാജയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ബൗദ്ധികമായിട്ട് സമൂഹത്തെ സ്വാധീനിക്കാനായിട്ട് സാധിക്കണം, ആശയങ്ങളുടെ തലത്തിൽ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കാനായിട്ട് സാധിക്കണം. അത് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള പരാജയം. ഇനി നമ്മൾ അതിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ അതിനി ഒരു പരാജയമായിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യും. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസ സമർത്ഥനവും വിശ്വാസ പ്രതിരോധവും അപ്പോളജറ്റിക്സ് അതിന് ഊന്നൽ നൽകുന്ന സഭ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. കാരണം വളരെ വ്യക്തമാണ്. ആ അപ്പോളജറ്റിക്സ് നമ്മൾ മാത്രം പറഞ്ഞ് വെറുതെ കുറെ തത്വപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയോ അടിയുണ്ടാക്കാൻ പോവുകയെന്ന് പല ചിത്രീകരിക്കുന്ന രീതിയിലല്ല, മറിച്ച് ഉപദേശത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് അപ്പോളജറ്റിക്സിന്റെ അടിസ്ഥാനം. യേശു ദൈവമാണ്, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് നമ്മൾ പൊതുവിൽ അപ്പോളജറ്റിക്സ് ഫീൽഡിൽ പറഞ്ഞതാണ്. അതിൽ തന്നെ അല്ലയോ നമ്മുടെ എല്ലാ ഉപദേശവും അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു വാഞ്ച കൊടുക്കുന്നില്ല എങ്കിൽ, ഉപദേശങ്ങൾക്ക് വാഞ്ച കൊടുക്കാത്ത ഒരു ശീതോഷ്ണവാനായ ഒരു സ്വഭാവം നമ്മൾ സഭകളിൽ ഇനിയും തുടർച്ചയായിട്ട് കാണും. അപ്പോൾ ഈ പാശ്ചാത്യ ലോകത്ത് യൂറോപ്പിൽ സഭ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് രാജാക്കന്മാരെയൊക്കെ സ്വാധീനിച്ച് കടന്നു കിടന്ന സമയം 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് വരെ ഈ 3 കാലഘട്ടങ്ങളിൽ സഭയിലുണ്ടായിരുന്ന റോളുകൾ എങ്ങനെയായിരുന്നു? കാരണം അപ്പോസ്തലന്മാരുടെ കാലഘട്ടം 1-ാം നൂറ്റാണ്ടിൽ കാണുന്നു. അത് കഴിഞ്ഞ് ഏത് രീതിയിലുള്ള നേതൃത്വമാണ് നമ്മൾ സഭയിൽ കണ്ടുവരുന്നത്? ആദിമ കാലഘട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സഭകളിലും നമുക്ക് അപ്പോസ്തല പ്രവൃത്തി തന്നെ കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലന്മാരെ സ്ഥാപിക്കപ്പെടുന്ന സഭകളിൽ പ്രാദേശികമായിട്ട് അവിടെയുള്ള സഭയിലെ സഭാംഗങ്ങളിൽ നിന്ന് തന്നെ ദൈവവചനം മറ്റുള്ളവർ ഉപദേശിക്കാൻ പ്രാപ്തരായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്തി മൂപ്പന്മാരെ നിയമിക്കുന്ന രീതിയാണ് നമ്മൾ ആദിമ കാലഘട്ടങ്ങളിൽ കാണുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ പല ഭാഗങ്ങളും നമുക്ക് അതിനുള്ള തെളിവുണ്ട്. അവർ ഓരോ സഭകൾ തോറും ചെന്നു മൂപ്പന്മാരെ നിയമിച്ചാക്കി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഒന്നിലധികം മൂപ്പന്മാരാൽ നയിക്കപ്പെടുന്ന സഭകളായിട്ടാണ് ആദിമ സഭകൾ കർത്താവ് അപ്പോസ്തലന്മാരും അവരുടെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങളിൽ സഭാധ്യക്ഷന്മാരുടെ കൊണ്ടായിരിക്കേണ്ട യോഗ്യതകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം ചിലയിടങ്ങളിൽ അപ്പോസ്തലന്മാർ നേരിട്ടും ചിലയിടങ്ങളിൽ അപ്പോസ്തലന്മാരുടെ പ്രതിനിധികൾ മുഖാന്തരവും പ്രാദേശിക സഭകളിൽ മൂപ്പന്മാരെ നിയമിച്ചാക്കി. ഒന്നിലധികം മൂപ്പന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന പ്രാദേശിക സഭകൾ. 2-ാം നൂറ്റാണ്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചില പട്ടണങ്ങളിലുള്ള മൂപ്പന്മാർക്ക് കുറച്ച് പ്രാമുഖ്യം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പല രചനകളിലൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തെ, ഒരു പ്രദേശത്തെ, ഒരു പ്രമുഖ പട്ടണത്തിലെ ഒരു പ്രാദേശിക സഭ, ആ പ്രാദേശിക സഭയിലെ പ്രധാനമായിട്ട് വളരെ ശക്തമായ നിലയിൽ പ്രയോജനപ്പെടുന്ന ദേവഭക്തന്മാർ, അവർക്ക് ഒരു പ്രോമിനൻസ് വരുന്നു എന്ന് പറഞ്ഞാൽ ആ സഭയിലെ മൂപ്പന്മാർക്ക് അല്ലെങ്കിൽ മൂപ്പന് ഒരു വളരെ കൃത്യമായ ഒരു മേധാവിത്വം എന്ന് തന്നെ വേണം. മേധാവിത്വം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലല്ല, അടിച്ചേൽപ്പിക്കുന്ന രീതിയിലല്ല, പക്ഷെ ഒരു പ്രോമിനൻസ് അവർക്ക് വരുന്നു. അതാണ് നമ്മൾ 2-ാം നൂറ്റാണ്ടിലേക്ക് കാണുന്നത്. 3-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ കുറേയും കൂടി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഘടനയിലേക്ക് സഭ മാറുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് സഭയുടെ ആ ഒരു ഭരണ സംവിധാനവും ഭരണക്രമവും കാലാകാലങ്ങളിൽ രൂപാന്തരപ്പെട്ട് മുന്നോട്ട് വന്നത്. പക്ഷേ അപ്പോഴൊന്നും തന്നെ നമ്മൾ ഇന്നീ പറയുന്നത് പോലെ, നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ കാണുന്നത് പോലെ ഏതെങ്കിലും സഭ, പാരമ്പര്യ സഭകളെ കുറിച്ച് നമ്മൾ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ കാണുന്ന രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് സ്ട്രക്ചറും ഒരു സെൻട്രൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഒരു പോപ്പോ അങ്ങനെ ഒരു അധികാര കേന്ദ്രമൊന്നും ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നില്ല. പല പട്ടണങ്ങളിലുള്ള പ്രോമിനൻ്റ് ആയിട്ടുള്ള ശുശ്രൂഷകന്മാർക്ക് ഒരു സഭയിലെ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യമായൊരു സേ ഉണ്ടായിരുന്നു, കൃത്യമായൊരു അവരുടെ നിലപാടുകൾക്കൊരു മൂല്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള സ്ട്രക്ചറിലൊന്നും അപ്പോഴും സഭ വന്നിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട അവസ്ഥയാണ്. പലരും അവകാശപ്പെടുന്നവർ ഞങ്ങളുടെ സഭ അന്ന് മുതലുള്ളതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. കൂടിപ്പോയാൽ നിങ്ങൾ തിരഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഒരു പട്ടണത്തിലെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തും. അതല്ലാതെ ആഗോള വ്യാപകമായിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്ര നേതൃത്വത്തെ കൂറുപിടുത്തിൽ നിൽക്കുന്നവർ മാത്രമാണ് സഭ എന്ന് പറയുന്ന രീതിയിലൊന്നും ഉള്ളൊരു സംഭവം അന്നില്ല. പിന്നീട് നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ഈ പ്രമുഖരായ സഭാപിതാക്കന്മാരുടെ പട്ടിക നമ്മൾ കാണുന്നത്. അതിൽ ഇഷ്ടം പോലെ പറയണം. നമ്മൾ തന്നെ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് തന്നെ നമുക്ക്
തിരഞ്ഞെടുത്ത 5 പേരിൽ നമുക്ക് ഒതുക്കേണ്ടി വന്നു. അതിൽ കൂടുതൽ പറയാവുന്നവരുണ്ട്. അതിൽ തുടക്കമായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മുടെ അപ്പോളജറ്റിക്സ് ഫീൽഡിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നത് ജസ്റ്റിൻ മാർട്ടിയർ. ക്രൈസ്തവ ചരിത്രത്തിൽ അപ്പോളജിസ്റ്റ് എന്നൊരു ടൈറ്റിൽ ആദ്യമായിട്ട് നൽകപ്പെടുന്ന, സ്പെസിഫിക് രീതിയിൽ നൽകപ്പെടുന്ന ആളാണ് ജസ്റ്റിൻ മാർട്ടിയർ. AD 100 മുതൽ AD 165 കാലഘട്ടങ്ങൾ വരെ ജീവിച്ചിരുന്ന ജസ്റ്റിൻ മാർട്ടിയർ. അദ്ദേഹം ഒരു രക്തസാക്ഷി, പേര് പോലെ തന്നെ ഒരു രക്തസാക്ഷിയായിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കോൺട്രിബ്യൂഷൻസ് എന്താണ്? നമുക്കിനി ഈ 5 പേര് നമുക്ക് വേഗം ഓടിച്ചുവിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോളജറ്റിക്സ് ആ ഫീൽഡിൽ അദ്ദേഹം ട്രൈഫോ എന്ന് പറയുന്ന ഒരു യഹൂദൻ ക്രിസ്തീയ വിശ്വാസത്തിനെതിരായിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ, അതിനുള്ള മറുപടികളായിട്ട് അദ്ദേഹം രചനകൾ നടത്തിയിരുന്നു. ഡയലോഗ് വിത്ത് ട്രൈഫോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചന ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രപരത, അതിൻ്റെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പടക്കമുള്ള യേശുവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ചരിത്രം, അതിനെല്ലാം വിശ്വാസപരമായിട്ടും ഉപദേശപരമായിട്ടും ചരിത്രപരമായിട്ടും പ്രതിരോധിക്കുന്ന ഒരു രചനയാണ് ഈ ഡയലോഗ് വിത്ത് ട്രൈഫോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് അപ്പോളജി, സെക്കൻഡ് അപ്പോളജി, അങ്ങനെ അദ്ദേഹത്തിൻ്റെ പല രചനകളുണ്ട്. ദൈവശാസ്ത്രപരമായിട്ടൊരു ചിന്തയിൽ നോക്കിക്കഴിഞ്ഞാൽ ലോഗോസ് ക്രിസ്റ്റോളജി, ദൈവവചനമായിട്ട് യേശുവിനെക്കുറിച്ച് പറയുന്നുണ്ട്. തിരുവഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ലോഗോസ് എന്ന് പറയുന്നതിനൊരു തത്വചിന്താപരമായ ഒരു പശ്ചാത്തലവും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം ഒരു വെളിച്ചത്തിൽ തന്നെ ഈ യേശുക്രിസ്തുവിനെ ദൈവവചനമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രിസ്തു വിജ്ഞാനിയെ രൂപപ്പെടുത്തുന്നതിനുള്ള ആദ്യ കാലഘട്ടങ്ങളിലുള്ള ഒരു ശ്രമവും ജസ്റ്റിൻ മാർട്ടിൻ്റെ രചനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറയുന്നത്, ക്രിസ്തു വിജ്ഞാനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭാവന. അതുപോലെ തന്നെ ക്രിസ്തീയ വിശ്വാസികളെ നിരീശ്വരവാദികളെന്നാണ് ആ കാലഘട്ടത്തിൽ വിളിച്ചിരുന്നത്. വളരെ രസകരമായിട്ട് നമുക്ക് തോന്നും എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ നിരീശ്വരം. കാരണം അന്ന് ക്രിസ്ത്യാനികൾ മറ്റാരെയും മറ്റു ദേവന്മാരെ ഒന്നും അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ അവർ റോമക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ക്രിസ്ത്യാനികളെ നിരീശ്വരവാദികളെന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ നിരീശ്വരവാദികളല്ല, ഞങ്ങൾ പിതാവിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു എന്നിങ്ങനെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം വാദിക്കുകയും ക്രിസ്തീയ നിലപാടുകളെ സമൂഹത്തിന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ജസ്റ്റിൻ മാർട്ടിൻ. നമ്മൾ എന്നിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് AD 130 മുതൽ 202 വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഐറേനിയസ് എന്ന് പറഞ്ഞ ഒരു പ്രമുഖൻ, ഫ്രാൻസിലെ ലിയോൺ എന്ന് പറഞ്ഞ പ്രദേശത്തിലെ സഭാധ്യക്ഷനായിരുന്ന ബിഷപ്പിൻ്റെ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ഐറേനിയസ്. ഐറേനിയസ് രക്തസാക്ഷിയുടെ മരിച്ചില്ല എന്ന് പറഞ്ഞ ചില അവ്യക്തതകളുണ്ട്. പക്ഷേ ഐറേനിയസ് പറ്റി വ്യക്തമായിട്ട് നമ്മൾ ഉദ്ധരിച്ച വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ 4 സുവിശേഷങ്ങളാണുള്ളത് എന്ന് സ്പഷ്ടമായിട്ട് ഐറേനിയസ് വാദിച്ചു. അപ്പോൾ സുവിശേഷങ്ങളുടെ കാനോനികതയ്ക്ക് ഒരു വ്യക്തമായ തെളിവായിരുന്നു. അതോടൊപ്പം തന്നെ ഐറേനിയസിനെ ഏറ്റവും അധികം സഭാചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുന്നത് നോസ്റ്റിസിസം എന്ന് പറയുന്ന ദുരുപദേശത്തെ വളരെ സ്പഷ്ടമായിട്ട് ഖണ്ഡിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഐറേനിയസിന് അങ്ങനെയുള്ള മറ്റ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഐറേനിയസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ നിശ്ചയമായിട്ട് നോസ്റ്റിസിസത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനയാണ് എഗെയിൻസ്റ്റ് ദ ഹെറസീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ ഓഫ് അപ്പോസ്റ്റലിക് പ്രീച്ചിങ് എന്ന് പറഞ്ഞിട്ട് രചന അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട്. ക്രിസ്തുവിജ്ഞാനിയുമായിട്ട് ബന്ധപ്പെട്ട് രക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് റീകാപ്പിച്ചുലേഷൻ എന്ന് പറയുന്നൊരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാം ആദാം പരാജയപ്പെട്ട സ്ഥാനത്ത് രണ്ടാം ആദാമായ ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെയും അതായത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മുഖാന്തരം നമുക്ക് രക്ഷ കൈവരിച്ചു. എന്നാൽ അത് മാത്രമല്ല, യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെയും ആ സാത്താനെ പരാജയപ്പെടുത്തുന്നതിലൂടെയും ആ രക്ഷ അല്ലെങ്കിൽ സാത്താൻ്റെ മേലുള്ള വിജയം കൈവരിച്ചു. രണ്ടാം ആദാമായ ക്രിസ്തു വിജയം കൈവരിച്ചു. യേശു ക്രിസ്തു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലൂടെ കടന്നുപോയി. എവിടെയാണോ ഒന്നാമത്തെ ആദാം പരാജയപ്പെട്ടത് അവിടെയെല്ലാം കർത്താവ് തിരിച്ചു പിടിച്ചു എന്ന് പറയുന്ന ആ ഒരു രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറ്റോൺമെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉപദേശം, റീകാപ്പിച്ചുലേഷൻ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ളൊരു സംഭാവനയാണ്. വളരെ കൃത്യമായിട്ട് വിശ്വാസം, അപ്പോസ്തലന്മാരെന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട വിശ്വാസം, അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ രചനകൾ രൂപീകരിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ഈ ഗ്നോസ്റ്റിക് ചിന്തകളെന്ന് പറയുന്നത് ഞങ്ങൾക്ക് രഹസ്യമായിട്ട് ഇങ്ങനെ ഒരു ആശയങ്ങൾ അപ്പോസ്തലന്മാരെന്ന് കിട്ടി എന്നുള്ള രീതിയിലാണ് ഈ നോസ്റ്റിക്കുകളുടെ വാദം. രഹസ്യമാണ് അവരുടെ പഠിപ്പിക്കലുള്ള മിസ്റ്ററിയും രഹസ്യമൊക്കെയാണ്. അപ്പം അങ്ങനെയല്ല, അപ്പോസ്തലന്മാരുടെ അടക്കമുള്ള സന്ദേശം എന്താണെന്നുള്ളത് സഭയ്ക്ക് പരസ്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാർക്ക് കൈമാറിയിരിക്കുന്നു. അത് ഇന്ന സ്ഥലങ്ങളിൽ ഈ രീതിയിലാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ വളരെ കൃത്യമായിട്ട് അപ്പോസ്തലന്മാരുടെ വിശ്വാസ പിന്തുടർച്ചയെക്കുറിച്ചിട്ടുള്ള ആ വസ്തുതയും ആധികാരികമായിട്ട് സ്ഥാപിക്കുന്നതിൽ ഐറേനിയസ് വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. ഇനി വരുന്നൊരു പ്രമുഖനായ പേരാണ് തെർത്തുല്യൻ.
തെർത്തുല്യൻ 155 മുതൽ 240 വരെ കാലഘട്ടത്തിൽ ജീവിച്ചു. അദ്ദേഹം വാർദ്ധക്യത്തിൽ മരണമടഞ്ഞു എന്നൊരു നിലപാടാണ് പൊതുവെ കൈക്കൊള്ളുന്നത്. എന്നാൽ തെർത്തുല്യൻ എന്ന പേര് പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കും ഇത് തൃത്വം എന്ന് പറയുന്ന വാക്കിനോട് വളരെ സാമ്യമുണ്ടല്ലോ എന്നുള്ളത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. അതായത് തൃത്വം അദ്ദേഹം സൃഷ്ടിച്ചതല്ല, മറിച്ച് തൃത്വോപദേശത്തിന് വളരെ സ്പഷ്ടമായിട്ടുള്ള ഫോർമുലേഷൻ, ആ ഒരു സ്ട്രക്ചർ നൽകി അദ്ദേഹം മുന്നോട്ട് തൃത്വോപദേശം വളരെ ശക്തമായിട്ട് സമർത്ഥിക്കുന്ന ഒരു സഭാപിതാവായിരുന്നു അദ്ദേഹം. മറ്റെന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ? നിശ്ചയമായിട്ട് ഇതിൻ്റെ നമ്മൾ പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ജസ്റ്റിനും തെർത്തുല്യനും ഒന്നും സഭയിലെ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന വ്യക്തികളല്ലായിരുന്നു, മൂപ്പന്മാർ ഒന്നും അല്ലായിരുന്നു. പക്ഷെ ഐറേനിയസ് ജേക്കബ് പറഞ്ഞതുപോലെ ഒരു സഭാധ്യക്ഷനായിരുന്നു. തെർത്തുല്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ധാരാളം രചനകളുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ച മാഴ്സിയാൻ്റെ കാനനെ കുറിച്ച് സംസാരിച്ചിരുന്നു. മാഴ്സിയാൻ്റെ ദുരുപദേശങ്ങൾക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. ദുരുപദേശകന്മാർക്കെതിരായിട്ട് മറ്റ് രചനകൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട്. പിന്നെ ലാറ്റിൻ ഭാഷയിൽ ട്രിനിറ്റാസ് എന്ന് പറയുന്നൊരു പദം, ത്രിയേകത്വത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന ത്രിത്വം എന്ന് പറയുന്ന ആ ഒരു പദം ട്രിനിറ്റാസ് എന്നുള്ള ലാറ്റിനിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് തെർത്തുല്യനാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് സാബല്യനിസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം പഴയ പിതാവായിട്ട് വന്നു, പിന്നെ വേഷം മാറി പുത്രനായിട്ട് വന്നു, പിന്നെ വേഷം മാറി പരിശുദ്ധാത്മായിട്ട് വന്നു എന്ന് പറയുന്ന തരത്തിലുള്ള, നമ്മൾ ഇന്നത്തെ കാലത്ത് യേശുനാമോപദേശം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വൺനെസ് പെന്തക്കോസ്റ്റൽ ഡോക്ട്രിൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുതരം ഏകത്വവാദം ഉണ്ടായിരുന്നു. ആ ഏകത്വവാദം അതിനെ ഖണ്ഡിക്കുന്നതിൽ, സാബല്യനിസത്തിനെ ഖണ്ഡിക്കുന്നതിലും വളരെ ശക്തമായിട്ടൊരു പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ് തെർത്തുല്യൻ. അത് നമ്മളിന്ന് അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ, നമ്മൾ സാധാരണഗതിയിൽ ഈ ചരിത്രമൊന്നും മനസ്സിലാക്കാത്ത ആളുകൾ പോലും വായിക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം നമ്മളിന്ന് ഉപയോഗിക്കുന്ന അതേ വാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം ആ കാര്യങ്ങൾ. ഇപ്പം യേശുക്രിസ്തു സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, പരിശുദ്ധാത്മാവ് യേശുവിന് മേലെ വന്നു, യേശു വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു, അവിടെ 3 വ്യക്തികൾ എന്നുള്ള നമ്മൾ ഉപയോഗിക്കുന്ന അതേ വാക്യങ്ങളൊക്കെ ഉപയോഗിച്ച് തന്നെയാണ് അദ്ദേഹം അന്നത് കൃത്യമായിട്ട് സ്ഥാപിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു, നമ്മളൊരു പെന്തക്കോസ്റ്റ് പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് പിൽക്കാലത്ത് അദ്ദേഹം മോണ്ടനിസം എന്ന് പറയുന്ന ഒരു വീക്ഷണത്തിലേക്ക് പോയി. അപ്പം അവിടെ ഈ പ്രവചനം അതിന് വലിയ പ്രാധാന്യം നൽകുന്നൊരു സമൂഹമായിരുന്നു മോണ്ടനിസ്റ്റുകൾ. അക്കാലത്ത് മുഖ്യധാര ക്രൈസ്തവ സമൂഹം അവരുമായിട്ട് ഒരു ഉലച്ചിലായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. എങ്കിൽ പോലും പ്രവചനത്തിന് പ്രാധാന്യം നൽകുന്നൊരു സമൂഹമായിരുന്നു. പിന്നെ നമ്മുടെ ഒരു പെന്തക്കോസ്റ്റ് പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹം വിശുദ്ധിക്കും വേർപാടിനും വളരെ പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് ദേവദാസനാണ്. ഓൺ ദ അപ്പാരൽ ഓഫ് വുമൺ എന്നുള്ള രീതിയിൽ തന്നെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു രചന ലഭ്യമാണ്. അപ്പം നമ്മളിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലും അദ്ദേഹമായിട്ടൊരു കണക്ഷൻ വേണമെങ്കിൽ പറയാൻ സാധിക്കും. വിശുദ്ധിക്കും വേർപാടിനും വളരെ പ്രാധാന്യം നൽകിയിരുന്ന ഒരു ദേവദാസനാണ്. അതുതന്നെ പ്രവചനത്തിനെയൊക്കെ അംഗീകരിച്ചിരുന്ന ഒരു ദേവദാസനാണ്. അപ്പോൾ ആ ഒരു നിലയിലും തെർത്തുല്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. പാശ്ചാത്യ സഭ, ലത്തീൻ സഭയിൽ ആ ഒരു പാരമ്പര്യത്തിലും ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദൈവശാസ്ത്രജ്ഞനാണ് തെർത്തുല്യൻ. ഇനി വരുന്നതാണ് നമ്മൾ മുമ്പ് ഉദ്ധരിച്ച ഒറിജിൻ എന്ന് പറയുന്ന മറ്റൊരു സഭാപിതാവ്. 184 മുതൽ 253 വരെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഒറിജിൻ. ഒറിജിൻ പല രീതിയിൽ തന്നെ ചില പറയും കുപ്രസിദ്ധനായിരുന്നു എന്ന് പറയും, മറ്റൊരു കുറേയൊക്കെ വെറും സാധാ പ്രസിദ്ധനായിരുന്നു എന്നും പറയുന്നുണ്ട്. ഒറിജിൻ്റെ ഒരു പ്രധാന കോൺട്രിബ്യൂഷൻ, മറ്റ് പല കോൺട്രിബ്യൂഷൻ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഉദ്ധരിച്ചായിരുന്നു. അത്തനേഷ്യസിൻ്റെ ലെക്ചറിന് മുമ്പായിട്ട് തന്നെ 27 പുസ്തകങ്ങളുടെ പട്ടിക നിരത്തിക്കൊണ്ട് പുതിയ നിയമത്തിൻ്റെ കാനോൻ താൻ അവതരിപ്പിക്കുന്ന തൻ്റെ എഴുത്തിൽ നമ്മൾ വെളിവായി കാണുന്നുണ്ട്. അന്ന് താൻ തിരിച്ചറിഞ്ഞ തിരുവെഴുത്തിലെ ഗ്രന്ഥങ്ങൾ 27 പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ ഏതാണെന്ന് ആ ഒരു പട്ടിക നമുക്ക് ഒറിജിനിൽ തന്നെ നമുക്കത് ലഭ്യമാകുന്നുണ്ട്. അതേപോലെ ഒറിജിൻ വളരെയധികം പേഴ്സിക്യൂഷൻ നേരിട്ടാണ്, ചക്രവർത്തിയുടെ കീഴിലൊക്കെ പേഴ്സിക്യൂഷൻ നേരിട്ട് വിശ്വാസത്തിൻ്റെ വളരെ വില കൊടുത്ത ഒരു ധീര പോരാളിയായിരുന്നു. ഒറിജിൻ്റെ മറ്റ് തിയോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? ഒറിജിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകളെന്ന് പറയുന്നത് ക്രിസ്തു വിജ്ഞാനീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ക്രിസ്റ്റോളജിയായിട്ട് ബന്ധം, ലോഗോസ് ക്രിസ്റ്റോളജി, അതിൻ്റെ ഒരു കണ്ടിന്യൂഷന് നമുക്ക് ഒറിജിൻ്റെ രചനകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ബൈബിൾ ഗ്രന്ഥങ്ങൾക്ക് കമൻട്രികളും മറ്റുമൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നിലയിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോളജറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് എഗെയിൻസ്റ്റ് ദ സെൽസസ് എന്ന് പറയുന്ന ഒരു രചനയുണ്ട്. സെൽസസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യ വിശ്വാസത്തിനെതിരെ വാദിച്ച ഒരു ഗ്രീക്ക് ചിന്തകന് ഉള്ള മറുപടികൾ.
നമ്മളിന്നും ഉപയോഗിക്കുന്ന പല വാദങ്ങളുമൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എന്താണ്, അതിനെങ്ങനെയാണ് ഒറിജിൻ മറുപടി പറഞ്ഞത്, പ്രത്യേകമായിട്ടും ചരിത്രപരമായിട്ടും ഉപദേശപരമായിട്ടുമുള്ള നേരത്തെ നമ്മൾ ട്രൈഫോയുമായിട്ടുള്ള ജസ്റ്റിൻ മാർട്ടിയൻ്റെ സംവാദത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ആദിമ കാലഘട്ടത്തിലെ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ നിന്ന വ്യക്തിക്കുള്ള മറുപടികളായിട്ട് എഴുതിയ എഗെയിൻസ്റ്റ് ദ സെൽസസ് വളരെ പ്രധാനപ്പെട്ട രചനയാണ്. പിന്നെ വിശ്വാസത്തെ തത്വചിന്തമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള ഓൺ ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, അങ്ങനെയുള്ള ധാരാളം രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അലഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അതിന് അദ്ദേഹം വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആധുനിക കാലഘട്ടങ്ങളിൽ ഈ ശാസ്ത്രവും ബൈബിളും എന്ന് പറയുന്ന ആ ചിന്തയായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തെയും മറ്റും വ്യാഖ്യാനിച്ചതെന്നൊക്കെയുള്ള ചിന്തകൾ പലരും ഉയർന്നു വരാറുണ്ട്. പിന്നെ അദ്ദേഹം വളരെ സമർപ്പിതനായിട്ടൊരു വ്യക്തിയായിരുന്നു. നമുക്കാർക്കും ചിന്തിക്കാൻ സാധിക്കാത്ത തരത്തിൽ സമർപ്പിതനായൊരു വ്യക്തിയായിരുന്നു. കാരണം കർത്താവ് പറയുന്നുണ്ട്, ഷണ്ടന്മാരായിട്ട് ജനിക്കുന്നവരുണ്ട്, ദൈവരായത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. അപ്പം ഒരു സെൽഫ് കാസ്ട്രേഷന് വിധേയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ സിസ്റ്റമാറ്റിക് തിയോളജിക്കും ടെക്സ്റ്റുവൽ ക്രിറ്റിസിസത്തിനൊക്കെയുള്ള അടിസ്ഥാനവും അദ്ദേഹത്തിൻ്റെ വർക്കിൽ തന്നെ പാകിയ ഒരു തുടക്കം കുറിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒറിജിൻ. അപ്പോൾ പല രീതിയിൽ തന്നെ പറഞ്ഞാൽ കുപ്രസിദ്ധനും പ്രസിദ്ധനായിട്ടൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഒറിജിൻ. അദ്ദേഹത്തിന് പിന്നീട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു ഇങ്ങനെ പ്രസിദ്ധൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ചിന്തചെല്ലലിലേക്ക് വരാനിടയായി തീർന്ന അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ചില ആശയങ്ങളെ വേറൊരു നിലവാരത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന് പിൻഗാമികൾ, അദ്ദേഹം അങ്ങനെ ആരെയും പിൻഗാമികൾ സൃഷ്ടിച്ചതല്ല, പക്ഷെ അദ്ദേഹത്തിന് പിൻഗാമികളെന്ന് അവകാശപ്പെട്ടിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് അത് സഭയിൽ അത്തരം ആശയങ്ങൾ തെറ്റാണെന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വരികയൊക്കെ ചെയ്തു. പക്ഷേ എങ്കിലും ഒറിജിൻ യഥാർത്ഥത്തിൽ പിതാക്കന്മാരുടെ പിതാവ് എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നീട് വന്നിട്ടുള്ള എല്ലാ സഭാപിതാക്കന്മാരുടെയും അല്ലെങ്കിൽ പിന്നീട് വന്നിട്ടുള്ള ക്രിസ്തീയ ഉപദേശങ്ങളുടെ ഒക്കെ ഉറവിടം എന്ന് പറയുന്നത് പലതിൻ്റെയും ഒറിജിൻ്റെ വ്യാഖ്യാനങ്ങളിലും ഒറിജിൻ്റെ നിലപാടുകളിലുമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളെ അത് തിരുവഴുത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നുള്ള അല്ല എന്ന രീതിയിലൊക്കെയുള്ള ചിന്തകൾ പിന്നീട് വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മറികടക്കുന്ന രീതിയിൽ, അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെന്ന് പറഞ്ഞവരുടെ നിലപാടുകൾ കൂടിയാണ് ആ ഒരു രീതിയിലുള്ള ചിന്തകളിലൊക്കെ പോയത്. പക്ഷേ അതിനെല്ലാം മറികടക്കുന്ന രീതിയിൽ ക്രൈസ്തവ സഭയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിത്വമാണ് ഒറിജിൻ. എനിക്ക് തോന്നുന്നു പൗലോസ് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്രിസ്തീയ ഉപദേശങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു 3 പേരിൽ ഒതുക്കാമെങ്കിൽ അത് ഒന്ന് പൗലോസാണ്, രണ്ടാമത്തത് ഒറിജിനാണ്, മൂന്നാമത്തത് അഗസ്റ്റിനാണ് പറയാറുണ്ട് ഞാൻ. അപ്പോൾ എന്ന് പറയുന്ന പോലെ അത്രത്തോളം പ്രാധാന്യമുള്ള വ്യക്തിയാണ്. കാരണം പിൽക്കാലത്ത് വന്നിട്ടുള്ള ദേവദാസന്മാർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ കൂടുതൽ പരിഷ്കരിക്കുകയും മെച്ചപ്പെടുത്തുകയും ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവരാരും അദ്ദേഹത്തെ എതിർത്തിട്ടില്ല. കാരണം അത്രത്തോളം ആദരവോടെ എല്ലാവരും നോക്കിക്കണ്ടൊരു വ്യക്തിത്വമാണ് ഒറിജിൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും ഇവരുടെയെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിയുള്ളവരായിരുന്നു എന്നുള്ളതാണ്, യഥാർത്ഥ ഭക്തന്മാരായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മോശം ഒന്നും കേൾപ്പിച്ചിട്ടുള്ള വ്യക്തികളല്ലേ, ഏറ്റവും നല്ല രീതിയിൽ തന്നെ സമർപ്പിതരായിട്ടുള്ള ഭക്തന്മാരായിരുന്നു ഇവരെല്ലാവരും. അവരുടെ ജീവിതം കൊണ്ട് തന്നെ വിശ്വാസം സമർത്ഥിക്കുകയും ഭൗതികമായിട്ട് വിശ്വാസം സമർത്ഥിക്കുകയും ചെയ്ത വളരെ നല്ല മാതൃക ദൈവം അവരിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്ന 5ാമത്തെ വ്യക്തി വളരെ നമ്മളൊക്കെ ആവേശഭരിതനാക്കുന്ന ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു സഭാപിതാവാണ് അത്തനേഷ്യസ്. 296 മുതൽ 373 കാലഘട്ടത്തിൽ വരെ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അത്തനേഷ്യസ്. അത്തനേഷ്യസിനെ പറ്റി പറയുമ്പോൾ അത്തനേഷ്യസിൻ്റെ പേര് ഏറ്റവും ശക്തമായിട്ട് ചരിത്രത്താളുകളിൽ നമ്മൾ കാണുന്നത് നിക്കിയ സിനഹദോസിൽ അതിനുശേഷം വന്ന അരിയൂസിൻ്റെ യേശുവിൻ്റെ ദൈവികത എതിർക്കുന്ന ദുരുപദേശത്തെ വളരെ ശക്തമായിട്ട് ഖണ്ഡിക്കുകയും എതിർക്കുകയും ചെയ്ത വ്യക്തിയാണ് അത്തനേഷ്യസ്. അത്തനേഷ്യസിനെ പറ്റി നമുക്ക് പറയാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ അത്തനേഷ്യസിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ? ഏറ്റവും പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറയുന്നത് അദ്ദേഹം ഈ നിഖ്യ സുനഹദോസിൽ ഒരു ഷമ്മാശനായിട്ട് അദ്ദേഹം പങ്കെടുത്തിരുന്നു. അലക്സാണ്ടർ എന്ന് പറയുന്ന സഭാധ്യക്ഷൻ്റെ ഒപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിനുശേഷം ഈ നിഖ്യ വിശ്വാസത്തിന് ഷമ്മാശ് എന്ന് പറയുമ്പോൾ മൂപ്പൻ എന്ന തസ്തികയാണോ അതോ ഡീക്കൻ എന്ന് പറയുന്ന ഒരു തസ്തിക നമുക്ക് പറയാം, സഭയുടെ കാര്യസ്ഥൻ എന്ന രീതിയിൽ ഉത്തരവാദിത്തം എന്നൊക്കെ ഇപ്പം നമ്മൾ പറയുന്ന ആ ഒരു ബൈബിളിൽ കാണുന്ന ഏതാണ്ട് ആ ഒരു തസ്തിക. അങ്ങനെ ഈ നിഖ്യ സുനഹദോസിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആ നിഖ്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചിട്ടുള്ള വളരെ ആധികാരികമായ നിലയിലുള്ള ധാരാളം രചനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ നിഖ്യ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുകയും അതിനെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിന് അദ്ദേഹം ധാരാളം കഷ്ടം സഹിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പല സമയങ്ങളിൽ അദ്ദേഹം നാടുകടത്തപ്പെട്ടു.
ഒരുപക്ഷെ സഭയിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകളും ഈ നിത്യ വിശ്വാസം തള്ളിക്കളയുന്നൊരു നിലവാരത്തിലേക്ക് പോയപ്പോൾ പോലും സകലരെയും ദൈവജനത്തിൻ്റെ ആ ബോധ്യതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അത്തരത്തിലുള്ള ചിന്തകളെ എല്ലാം എതിർത്ത് നിന്ന് ആ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി പോരാടിയ ഒരു ദൈവദാസനാണ് അത്തനേഷ്യസ് എന്ന് പറയുന്നത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഏറ്റവും നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ദൈവദാസനാണ്. കാരണം പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മളൊരു കൂട്ടത്തിനൊപ്പം സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മൾ നിൽക്കുന്ന ആ ഒരു കൂട്ടം തെറ്റിപ്പോയാൽ നമ്മളും തെറ്റിപ്പോയാലും നമുക്ക് കുഴപ്പമില്ല, കാരണം നമുക്ക് കൂട്ടത്തിനൊപ്പം നിൽക്കണമല്ലോ, അങ്ങനെയുള്ള ചിന്തയാണ് പലർക്കും നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, ആ ഏത് കൂട്ടം തെറ്റിപ്പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഞാൻ ഉറപ്പോടെ നിൽക്കും എന്ന് പറയുന്ന ഒരു മാതൃക. ലോകം എതിരായാൽ ഞാൻ ലോകത്തിനെതിരായിട്ട് നിൽക്കും എന്ന് പറയുന്നൊരു ചിന്തയുണ്ടല്ലോ, ആ ഒരു നിലയിൽ സത്യത്തിന് വേണ്ടി ഞാൻ നിൽക്കും. മറ്റു രീതിയിൽ ലോകത്തിനെതിരായിട്ട് നിൽക്കുമെന്ന് ഇതില്ല, സത്യത്തിന് ലോകമെതിരായാൽ ലോകത്തിനെതിരായിട്ട് ഞാൻ സത്യത്തിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്ന ആ ഒരു ചിന്തയെ ഏറ്റവും കൃത്യമായിട്ട് തൻ്റെ ജീവിതം കൊണ്ട് വരച്ചു കാട്ടിയൊരു വ്യക്തിയാണ് അത്തനേഷ്യസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓൺ ദ ഇൻകാർണേഷൻ എന്ന് പറയുന്ന ആ രചന, അത് C.S. ലൂയിസ് ആമുഖം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ. പിന്നെ അപ്പോൾ അതിൻ്റെ അകത്ത് അദ്ദേഹം അത് വായിച്ചിരിക്കേണ്ട എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, കാരണം അത്രയും ആഴമേറിയ ദൈവശാസ്ത്ര ചിന്തകളാണ് നമ്മൾ അതിൻ്റെ അകത്ത് കാണുന്നത്. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഏരിയനിസത്തിനെതിരായിട്ടും അതിൻ്റെ പിൻഗാമികൾക്കെതിരായിട്ടും ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സംബന്ധിച്ചിട്ടുള്ള ഉപദേശങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഏറ്റവും കരുത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ടുള്ള വ്യക്തിയാണ് അത്തനേഷ്യസ്. അത് അദ്ദേഹം 7 പ്രാവശ്യം വരെ നാട് കടത്തപ്പെട്ടു യേശുവിനെ ദൈവികത സമർത്ഥിക്കാൻ വേണ്ടി നിലപാട് എടുത്തതുകൊണ്ട് ചക്രവർത്തിയിൽ നിന്ന് എതിർപ്പൊക്കെ ഏറ്റെടുത്ത് അദ്ദേഹം സമർത്ഥിച്ച് നിന്ന ഒരു കാലഘട്ടം. അതായത് ഈ നിക്യ സുനോദോസ് നടന്ന സംഭവത്തിൽ യേശുവിൻ്റെ ദൈവികത തള്ളിപ്പറഞ്ഞ് ആരിയൂസ് മുന്നോട്ട് വരുമ്പം ഞാൻ ആരത് പരാമർശം ഓർക്കുന്നില്ല, ആൻഡ് ദ വേൾഡ് ഇറ്റ് സെൽഫ് ഗ്രൗണ്ട് ആൻഡ് ഫൗണ്ട് ഇറ്റ് സെൽഫ് ആര്യൻ. ലോകം തന്നെ ഞാനങ്ങി അരിയൂസിന് കീഴ്പ്പെട്ടു എന്ന നിലയിൽ ക്രൈസ്തവ ലോകം തിരിച്ചറിഞ്ഞ ഒരു രംഗത്ത് തന്നെ അത്തനേഷ്യസ് ആ വിശ്വാസത്തിനും ഉപദേശത്തിനും വേണ്ടി വില കൊടുത്തു നിന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ 325 കാലഘട്ടത്തിൽ വരെ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് മുമ്പായിട്ട് ജീവിച്ചിരുന്ന സഭാപിതാക്കന്മാരെ പറ്റി പറയുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന, എടുത്തു പറയാവുന്ന പലരിൽ 5 പേരാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. അതിൽ ഈ സഭാപിതാക്കന്മാരെടുത്ത വിശ്വാസ നിലപാടുകൾ, ചില ദൈവശാസ്ത്രപരമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ചില തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്സ്, ചിലതോട് നമുക്കൊരു വിയോജിപ്പ് തോന്നി വരാം. അപ്പോൾ അതിനെ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവരെ പറ്റി നമ്മളൊരു മാതൃകയാണ് കാണുന്നു. അവർ സഭയ്ക്ക് വളരെയധികം കോൺട്രിബ്യൂഷൻസ് കൊടുത്തു. എന്നാൽ അവരെല്ലാവരും പിന്നീട് കാലഘട്ടത്തിലുള്ള സഭാപിതാക്കന്മാരുണ്ട്. പക്ഷേ അവരെല്ലാവരും എടുത്ത നിലപാട് ചിലപ്പോൾ നമ്മളെല്ലാം പൂർണ്ണമായിട്ട് യോജിക്കുകയോ പൂർണ്ണമായിട്ട് കൈക്കൊള്ളുകയോ ചെയ്തെന്ന് വരത്തില്ല. അപ്പോൾ അതിനെ നമ്മളൊരു വേദപഠിതാവ് അല്ലെങ്കിൽ ചരിത്ര പഠിതാവെന്ന രീതിയിൽ ആ വ്യതിയാനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചേർത്ത് പിടിച്ച് നോക്കിക്കാണേണ്ടത്? നിശ്ചയമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നൊരു കാര്യമാണ്. ഒരു പ്രൊട്ടസ്റ്റന്റ് വീക്ഷണത്തിൽ അത് ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നൊരു കാര്യമാണ്. കാരണം തിരുവെഴുത്തുകളാണ് ആധികാരികമായിട്ടുള്ള ദൈവിക വെളിപ്പാടുകളുടെ ഉറവിടം. ഈ ഒരു ബോധ്യത ഇവരെല്ലാവരും കൈക്കൊണ്ടിരുന്നു. അത് നമുക്ക് ഏറ്റവും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. തിരുവെഴുത്തുകളാണ് ദൈവോപദേശങ്ങളുടെ ആത്യന്തിക ഉറവിടം എന്നുള്ളൊരു ബോധ്യത നമ്മൾ ഈ പറഞ്ഞ എല്ലാ വ്യക്തികളും ഉറപ്പോടെ കൈക്കൊണ്ടിരുന്നതാണ്. അതിനാൽ തന്നെ തിരുവെഴുത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് തന്നെയാണ് അവരവരുടെ വ്യാഖ്യാനങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ അർത്ഥം അവരെല്ലാവരും അവരുടെ എല്ലാ വ്യാഖ്യാനങ്ങളിലും പെർഫെക്റ്റ് ആയിരുന്നു എന്നല്ല. നേരത്തെ നമ്മൾ ഒറിജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ കാലഘട്ടത്തിലും സോളാ സ്ക്രിപ്ചറ, തിരുവെഴുത്ത് മാത്രമാണ് ഉപദേശത്തിന് അതിൻ്റെ ആത്യന്തിക ഉറവിടം എന്നൊരാൾ വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ മുഴുവൻ പഠിപ്പിക്കലുകളും തിരുവെഴുത്തിന് അനുസൃതമായിരിക്കണമെന്നില്ല. ചിലപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹം അല്ലെങ്കിൽ നിലപാടുകൾ വീഴ്ചകളുണ്ടാകാം. പിന്നിപ്പോൾ നമ്മുടെ സഭയിൽ നമ്മളെല്ലാവരെയും ആ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചിച്ചാണ് കൈക്കൊള്ളുന്നത്. അത് നമ്മൾ സഭാപിതാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇക്കാലഘട്ടത്തിലുള്ള നമ്മുടെ ശുശ്രൂഷന്മാരെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ പാസ്റ്റർമാരുണ്ട്, നമ്മുടെ കൺവെൻഷൻ പ്രാസംഗികന്മാരുണ്ട്. നമ്മളിവരെങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അവരെല്ലാവരും സോളാ സ്ക്രിപ്ചറ വിശ്വസിക്കുന്നവരാണ്. തിരുവെഴുത്ത് മാത്രമാണ് ഉപദേശത്തിൻ്റെ അടിസ്ഥാനം വിശ്വസിക്കുന്നവരാണ്. വ്യർത്ഥ പാരമ്പര്യങ്ങളെ തള്ളിക്കളയുന്നവരാണ് അവരെല്ലാവരും. പക്ഷെ അവർ പറയുന്നത് നമ്മളെങ്ങനെയാണ് അംഗീകരിക്കുന്നത്, എടുക്കുന്നതും തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചിച്ചാണ് എടുക്കുന്നത്. ഞാൻ എൻ്റെ സഭാ ശുശ്രൂഷനെ ഞാൻ അംഗീകരിക്കുന്നു, ശുശ്രൂഷന്മാരെ ഞാൻ അംഗീകരിക്കുന്നു, സഭയിൽ ദൈവകരത്തിൽ പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രേരണപ്പെടുന്നവരെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അവർ പറയുന്നതും ഞാൻ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപയോഗിച്ച് സ്വീകരിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ അവരുടെ ശുശ്രൂഷകളിലോ പ്രസംഗങ്ങളിലോ വന്നിട്ടുണ്ടെങ്കിൽ എത്ര പ്രമുഖന്മാരാണെന്ന് പോലും നോക്കാതെ വിചാരണ ചെയ്യപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ സമീപകാലങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ നമ്മൾ പ്രൊട്ടസ്റ്റന്റുകാർ സഭാപിതാക്കന്മാരുടെ കാര്യം വിടുക, ഇന്നുള്ള ശുശ്രൂഷകന്മാരെ പോലും ആരെയും കണ്ണുമടച്ചവർ പറയുന്ന
അത് മാത്രം ആധികാരികമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളവർ പറയുന്നതല്ല അതുപോലെ അംഗീകരിക്കണമെന്നൊരു നിലപാട് നമുക്കില്ല. നമ്മൾ എങ്ങനെയാണോ ഇന്നത്തെ ഈ ശുശ്രൂഷകന്മാരെ കാണുന്നത്, ഉൾക്കൊള്ളുന്നത്, അതേ രീതിയിൽ തന്നെയാണ് ഈ സഭാപിതാക്കന്മാരെ ഉൾക്കൊള്ളുന്നത്. കാരണം സഭാപിതാക്കന്മാർ തന്നെ ആത്മീയമായിട്ട് തിരുവഴുത്തിന് മുമ്പിലേക്ക് വെക്കുമ്പോൾ അവരുടെ നിലപാടുകളും തിരുവഴുത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവഴുത്തിനോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം അവർ സ്വീകാര്യരാണ്. അതാണ് നമ്മുടെ നിലപാട്. അപ്പം അവിടെ നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിയെ അന്ധമായി പിന്തുടരുകയല്ല. അല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മുഴുവൻ ശരിയാണ്, അദ്ദേഹത്തിനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു, അദ്ദേഹത്തിന് നിലപാട് മുഴുവൻ ശരിയാണെന്ന് പറയുന്ന ഒരു അന്ധമായ പിന്തുടരലല്ല ഒരു പ്രൊട്ടസ്റ്റന്റുകാരനുള്ളത്. കാരണം അവർ തന്നെ വെച്ച മാനദണ്ഡ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ അവർ തിരുവഴുത്തിനെ സമീപിച്ച അതേ മാനദണ്ഡം ഉപയോഗിച്ച് അവരെയും വിലയിരുത്തുക എന്നുള്ള ചിന്ത. അപ്പോൾ തന്നെ നമ്മൾ കണ്ടുവരുന്നത് ഈ ഇപ്പോൾ സഭാപിതാക്കന്മാരുടെ നിലപാട്, സോള സ്ക്രിപ്ചർ എന്നൊരു നിലപാട് നമ്മൾ നോക്കി കാണുമ്പോൾ തന്നെ അതിൻ്റെ ട്രേസ് ഇവരിലെല്ലാം നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ ഈ 325 വരെയുള്ള കാലഘട്ടത്തിൽ പിന്നീട് നമ്മൾ നോക്കുമ്പോഴും കാണുന്നത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള മോഡേൺ ഡിനോമിനേഷൻസ് അല്ലെങ്കിൽ സഭാക്രമങ്ങൾ, രീതികൾ, ആരാധനക്രമങ്ങളൊന്നും നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന പോലെ ഒന്നും കാണുന്നില്ല. അന്ന് അതോടൊപ്പം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മൾ 325 വരെ ഇപ്പോൾ പറഞ്ഞ ഈ 5 പേരെ എടുത്ത് നോക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ, ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ഇത് പെട്ടെന്ന് റോമൻ കത്തോലിക്ക രീതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണോ, അതോ പ്രൊട്ടസ്റ്റൻ്റ് നിലപാടും സഭാ ആരാധനയും മറ്റുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടമാണോ അവിടുത്തെ അന്ന് അവർ അനുഷ്ഠിച്ച് വന്ന സഭാ രീതികൾ? നമുക്ക് ഈ ആദിമ സഭാപിതാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും പൂർണ്ണമായിട്ടും പ്രൊട്ടസ്റ്റന്റുകാരെന്നോ പൂർണ്ണമായിട്ടും ഏതെങ്കിലും യാഥാസ്ഥ്യ സഭക്കാരെന്നോ ഒന്നും നമുക്ക് അങ്ങനെ നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഈ പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന സഭകൾ അവരുടെ വിശ്വാസമൊന്നും അവരുടെ ഇന്ന് നമ്മൾ അവരെ ഇപ്പം എന്താ പറയുക നിത്യത നമ്മൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി വരുമ്പോൾ അവർക്കിത് അവരെ തിരിച്ചറിയത്തില്ല. ഇത് പലതും വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാകത്തില്ല എന്താണ് വിശ്വസിക്കുന്നതെന്ന്. അപ്പം ഇന്നത്തെ സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും അന്നത്തെ സഭയിൽ ഉണ്ടായിരുന്നതല്ല. അത് പലതും പിൽക്കാലത്ത് ക്രമാനുഗതമായിട്ട് രൂപപ്പെട്ടു വന്നതാണ്. എന്നാൽ അവരുടെ നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും 100% ഒരു പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? അങ്ങനെയും നമുക്ക് സാധിക്കില്ല. നിശ്ചയമായിട്ടും അവരുടെ ചിന്തകളിൽ പാരമ്പര്യം എന്ന് പറയുന്നതിനൊരു പ്രാധാന്യം അവർ കൊടുത്തിരുന്നു. ഏത് രീതിയിലാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് അവർക്ക് മുൻപേ പോയ ഭക്തന്മാർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചതും മനസ്സിലാക്കിയതും അതിന് ഒരു വലിയ പ്രാധാന്യം അവർ കൊടുത്തിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അവരൊരിക്കലും അവർക്ക് മുൻപേ പോയ വ്യക്തികളെ എന്താ പറയുക പരസ്യമായി ശാസിച്ചോ ഖണ്ഡിച്ചോ നിഷേധിച്ചോ കൊണ്ടല്ല അതിൻ്റെ അകത്ത് തിരുവഴുത്തിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ശ്രമിച്ചത്. മറിച്ച് അവരെ ആദരവോടെ, ഇപ്പം ഒറിജിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത്തനേഷ്യസ് അടക്കമുള്ള ആളുകൾ അത് ഒറിജിനെ വളരെ ആദരവോടാണ് നോക്കിക്കണ്ടത്. പക്ഷേ തങ്ങളുടെ നിലപാടുകൾ രൂപപ്പെടുത്തിയപ്പോൾ തിരുവഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിലയാണ് രൂപപ്പെടുത്തിയത്. പക്ഷെ അതിനുവേണ്ടി അവരാരും തങ്ങൾക്ക് മുമ്പേ പോയ ഭക്തന്മാരെ ഏതെങ്കിലും നിലയിൽ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ആ മുൻപേ പോയ ദൈവം നടത്തിയ വ്യക്തികളെ അവർക്ക് നൽകിയ ബോധ്യതകളെ ആദരവോടെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെയാണ് തിരുവഴുത്തിനനുസൃതമായിട്ട് അവർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത്. ആ നിലയിൽ പാരമ്പര്യത്തിന് നിശ്ചയമായിട്ട് അവരൊരു പ്രാധാന്യം കൊടുത്തു എന്നുള്ളത് വസ്തുതയാണ്. അപ്പം അവരാരെയും നമുക്ക് പൂർണ്ണമായിട്ടും പ്രൊട്ടസ്റ്റന്റുകാരെന്നോ പൂർണ്ണമായിട്ടും മറ്റേതെങ്കിലും സ്വഭാവത്തിൽപ്പെട്ട ആളുകളെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. ഈ വിശ്വാസങ്ങളുടെയും ആ ദൈവശാസ്ത്ര ബോധ്യതകളുടെയും അതിൻ്റെ ആവിർഭാവത്തിൻ്റെയും അതിൻ്റെ ഒരു തുടർച്ചയുടെ ഒരു ഭാഗമായിട്ട് വേണം നമുക്ക് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നിലയിലാണ് നമ്മൾ അവരെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അവർ 100% പ്രൊട്ടസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം നിലപാടുകളിൽ നമുക്ക് യോജിക്കാനാവാത്ത ചിലപ്പോൾ നമുക്ക് കണ്ടേക്കാം. പക്ഷെ അതിനെങ്ങനെ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കാരണം അവർ തന്നെ ഉപയോഗിച്ച മാനദണ്ഡം. ഇവിടെ എന്താ വ്യത്യാസമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ അത്തനേഷ്യസിനോട് ചെന്ന് പറയുകയാണ്, അത്തനേഷ്യസ് താങ്കൾ പറഞ്ഞ ഈ കാര്യം തിരുവഴുത്തിനോട് ചേർന്ന് നിൽക്കുന്നല്ല എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അദ്ദേഹം എന്ത് പറയും എന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ അദ്ദേഹം പറയുമോ അങ്ങനല്ല, ഇത് തിരുവഴുത്തിലില്ലെങ്കിലും പാരമ്പര്യത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുമോ അത്തനേഷ്യസ്? ഒരിക്കലുമില്ല, അദ്ദേഹം പറയില്ല. അവിടെയാണ് ഇന്നത്തെ ഈ സഭകളിൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം തിരുവഴുത്തുകളിൽ എന്ത് കാണുന്നില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അവർ പാരമ്പര്യത്തിന് മൂല്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. പാരമ്പര്യത്തിൽ പറഞ്ഞിരിക്കും, തിരുവഴുത്തിൽ ബൈബിളിൽ ഇല്ലെങ്കിൽ എന്താ, ഞങ്ങളുടെ പാരമ്പര്യത്തിലുണ്ടല്ലോ എന്നൊരു ചിന്ത. അതൊരിക്കലും ഈ പറയുന്ന ആദിമപിതാക്കന്മാരൊരിക്കലും ആ നിലയിലൊരു നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളുടെ വിഷയത്തിൽ അവരെടുക്കില്ല. അതാണ് അവരെ പ്രൊട്ടസ്റ്റന്റുകാരോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവരാക്കുന്നത്. മറ്റു പല നിലകളിൽ നമുക്കവരെ പ്രൊട്ടസ്റ്റന്റുകാരെന്ന് തന്നെ വിളിക്കാവുന്ന ചില സന്ദർഭങ്ങൾ കാണാറുണ്ട്. കാരണം ഉപദേശ വ്യതിയാനങ്ങൾക്കെതിരെ തിരുവഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശ വ്യതിയാനങ്ങളോട് പ്രൊട്ടസ്റ്റ് ചെയ്തവരാണ് അവർ. ആ നിലയിൽ നമുക്കവരെ പ്രൊട്ടസ്റ്റന്റുകാരെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. ഈ പാരമ്പര്യത്തിൽ നിന്നും പാരമ്പര്യത്തെ തിരുവഴുത്തിന് സമമായിട്ട് കാണാതെ പാരമ്പര്യത്തെയും തിരുവഴുത്തിന് വിധേയമായിട്ട് വിശകലനം ചെയ്യുന്ന ആ ഒരു രീതി, അത് നമ്മൾ വളരെ അഭിമാനത്തോടെ നമ്മൾ പറയും പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൻ്റെ ഡിനോമിനേഷൻസിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണെന്ന്. ഇന്ന് നമ്മൾ പലപ്പോഴും പല പ്രൊട്ടസ്റ്റൻ്റ് ഡിനോമിനേഷൻ നോക്കുമ്പോഴും ആ ഒരു
ലെഗസി നഷ്ടപ്പെട്ടു പോകുന്ന കാണാറുണ്ട്. പലപ്പോഴും കാലാകാലങ്ങളായിട്ട് പ്രൊട്ടസ്റ്റന്റ് സഭകളിലും നിലനിൽക്കുന്ന പാരമ്പര്യങ്ങളെ തിരുവെഴുത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുക, വിശകലനം ചെയ്യാതെ നമ്മൾ കാലാകാലങ്ങൾ ചേർന്ന് പോകുന്നത്. ഇത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്, ഇതാണ് നമ്മൾ കാലാകാലങ്ങൾ ചെയ്തു വന്നത്, ഇതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയാതെ പറയുന്ന ഒരു പ്രവണതയും കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ജീവചരിത്രം നോക്കുമ്പോൾ ആ ഒരു സഭയുടെ ആദിമ കാലഘട്ടത്തിൽ കണ്ട ആ അപ്പോസ്തലന്മാർ കൈമാറ്റപ്പെട്ട ആ ഒരു ബോധ്യം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാത്തിനെയും കാണുകയും വ്യാഖ്യാനിക്കുകയും വിശകലനം ചെയ്യുന്ന ആ ഒരു ബോധത്തിലേക്ക് ഒരു മടങ്ങിവരവ് എവിടെയൊക്കെയുണ്ടോ അതെല്ലാം നമുക്ക് ഇന്നത്തെ ആധുനിക വാചകത്തിൽ പറയാം പ്രൊട്ടസ്റ്റന്റ് തിയോളജിയിലോട്ടുള്ള ഒരു മടങ്ങിവരവാണ് എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. അത് ബ്രദർ പറഞ്ഞ ആ പോയിന്റ് ജക്ക് പറഞ്ഞ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടെ നമ്മളെന്താ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ മുൻകാലങ്ങളിലുള്ളവരെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. ഇപ്പം ഒറിജിൻ്റെ ക്രിസ്റ്റോളജിയും അത്തനേഷ്യസിൻ്റെ ക്രിസ്റ്റോളജിയും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് അസ്തനേഷ്യസിൻ്റെ ക്രിസ്റ്റോളജി കുറേയും കൂടി തിരുവെഴുത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ അത്തനേഷ്യസ് ഒറിജിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടോ തള്ളിപ്പറഞ്ഞുകൊണ്ടോ എന്തെങ്കിലും അദ്ദേഹത്തിനെ വർഷിച്ചുകൊണ്ടോ അല്ല ഈ ഉപദേശപരമായിട്ടുള്ള തിരുവെഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് കൊണ്ടുവരുന്നത്. അതിനെ ആദരവോട് നോക്കിക്കൊണ്ടുകൊണ്ട് തന്നെ തിരുവെഴുത്തിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് മുൻപേ പോയ ഭക്തന്മാർ നമുക്കൊരു പാരമ്പര്യമാകേണ്ടതില്ല. അതാണ് ഇവരിൽ നമുക്ക് ലഭിക്കുന്ന മാതൃക എന്ന് പറയുന്നത്. അവരൊരു മാതൃകയായിട്ട് തന്നെയാണ് അവർ മാതൃകയായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് തന്നെ നമ്മൾ തിരുവെഴുത്തിനോട് കൂടുതൽ ചേർന്ന് നടക്കാനായിട്ട് തയ്യാറാകണം. ആ മാതൃകയാണ് ആദിമ ഭക്തന്മാരിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പാരമ്പര്യങ്ങളല്ല തിരുവെഴുത്താണ് പ്രാധാന്യം എന്ന് നമ്മുടെ നിലപാട് കൊണ്ട് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ ബൈബിളിലെ കാനോനെ പറ്റി പറഞ്ഞപ്പോഴും ഞാൻ ഉദ്ധരിക്കുകയുണ്ടായി. ഈവൻ കൗൺസിൽ ഓഫ് ട്രെൻഡിൽ തന്നെ പാരമ്പര്യമാണോ തിരുവെഴുത്താണോ ചേർത്ത് പിടിക്കണ പറ്റിയുള്ള സംഭാഷണവും തർക്കവും റോമൻ കത്തോലിക്കയുടെ സുനഹദോസ് തന്നെ ഉണ്ടാകുന്ന ഒരു രംഗം. അപ്പം കാലങ്ങളായിട്ട് സഭയിൽ നിറഞ്ഞൊരു ബോധ്യമാണ് തിരുവെഴുത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥാനം, മറ്റെല്ലാത്തിൽ നിന്ന് വിഭിന്നമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനം. ആ ബോധ്യത്തിലേക്കുള്ള മടങ്ങിവരവാണ് എപ്പോഴും പ്രൊട്ടസ്റ്റന്റ് തിയോളജി എന്നുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ എനിക്ക് തോന്നുന്നു ആർസിസ് പ്രോളോ മറ്റാരാണ് പരാമർശിച്ചത്, പ്രൊട്ടസ്റ്റന്റ് തിയോളജി എന്ന് പറഞ്ഞാൽ ബിബ്ലിക്കൽ തിയോളജിയാണ്. അതിൻ്റെ ഒരു ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ സഭാപിതാക്കന്മാരുടെ എല്ലാ ജീവിതചരിത്രവും ഇവർ ചെയ്ത വില കൊടുത്ത കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നുണ്ട്, വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുക എന്നുള്ളത് ക്രിസ്തീയ പ്രയാണത്തിൻ്റെ അവിഭാജ്യ ഘടകമായ ഒന്നാണ്. ക്രിസ്തു നമ്മളെ വീണ്ടെടുക്കാൻ വില കൊടുത്തു. ക്രിസ്തു നൽകിയ ഉപദേശവും ക്രിസ്തു നൽകിയ സുവിശേഷവും കൈക്കൊള്ളാൻ വേണ്ടിയും കാത്തു പരിപാലിക്കാൻ വേണ്ടിയും നമ്മളും വില കൊടുക്കേണ്ടതാണ്. ആ ഒരു ആഹ്വാനവും പ്രബോധനമാണ് സഭാപിതാക്കന്മാരുടെ ജീവിതവും എല്ലാം നമ്മളെയും ആഹ്വാനം ചെയ്യുന്നത്. നമ്മൾ AD 325 വരെയുള്ള കാലഘട്ടത്തിൽ 5 പേരെ മാത്രമാണ് നമ്മൾ പരാമർശിച്ചത്. ഇനിയും അനേകരുണ്ട്. അത് പിന്നീടിരുന്ന വീഡിയോകളിൽ നമുക്ക് ശ്രദ്ധ തിരിക്കാവുന്നതാണ്. എന്നാൽ ഇതുവരെ നിങ്ങൾ മനസ്സിലാക്കിയ ഈ സഭാപിതാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻസ് നിങ്ങളെയും വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കുവാൻ, വിശുദ്ധിയും വേർപാടോടെ ജീവിക്കുന്നതിനും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതിനും സുവിശേഷം മുറുകെ പിടിക്കുന്നതിനും വില കൊടുക്കുവാൻ, നിലപാടെടുക്കുവാൻ, ഉപദേശങ്ങളെ സ്ഥാപിക്കുവാൻ, വചനത്തെ സമർത്ഥിക്കുവാൻ, ഒരു ബിബ്ലിക്കൽ തിയോളജി സെൻട്രിക്കായിട്ട് നിൽക്കുവാൻ നിങ്ങളെ ദൈവം പ്രേരിപ്പിക്കുകയും ഉത്തേജനം നൽകുകയും നിങ്ങളെ നിലനിർത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അതിനായി നിങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോയും ഞങ്ങളുടെ ഈ 7 വീഡിയോസ് അടങ്ങുന്ന ഈ 1ാം ലക്കവും ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് ഈ കഴിഞ്ഞ 7 വീഡിയോസ് നിങ്ങൾക്ക് എല്ലാം ഒരു അനുഗ്രഹവും പഠിക്കുവാനുമൊക്കെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയുമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഈ ചെറിയ എഫേർട്ട് നിങ്ങളെ അതിനായിട്ട് സഹായിക്കുമെന്ന ബോധ്യത്തോടെ എന്ന വിശ്വാസത്തോടെ ദൈവമാകെ ഞങ്ങളുടെ ഈ പ്രവൃത്തി മൊത്തം താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ഈ ലക്കത്തിന് ഞങ്ങൾ വിരാമം കൊള്ളിക്കുന്നു. ചില നാളുകൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ മടങ്ങി വരുന്നതായിരിക്കും. അന്നേരം നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്കും പിന്നീടുള്ള സഭാചരിത്രത്തിലേക്കും തൃത്വത്തെ പറ്റിയുള്ള തുടങ്ങിയുള്ള വിവിധ വിഷയങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നതായിരിക്കും. അപ്പോൾ അന്നേരം നിങ്ങൾ വീണ്ടും കാണും എന്ന ബോധ്യത്തോടെ ഞങ്ങൾ വിട വാങ്ങുന്നു. ഗോഡ് ബ്ലെസ്.